ഹല്ലേലൂയ. കർത്താവിന്റെ വചനം കേൾക്കുന്ന സകലരുടെ ഉള്ളങ്ങളിലും ജീവനാകട്ടെ. വചനത്തിന്റെ ശക്തി ഓരോ മക്കളിലും നിറയട്ടെ. നിങ്ങളായിരിക്കുന്നത് യേശുവിൻ്റെ മുമ്പിലാണ്. നിങ്ങൾ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുന്നവർ, യൂട്യൂബിൽ കാണുന്നവർ ഒരു മനുഷ്യന്റെ മുമ്പിലല്ല, യേശുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇന്ന് പകൽ യേശുവിന് നിങ്ങളോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്. യേശുവിൻ്റെ മുന്നിൽ വാതിൽ അടയ്ക്കാൻ തയ്യാറാകാതെ യേശുവിൻ്റെ മുമ്പിൽ വാതിൽ തുറന്ന്, ഇതാ കർത്താവേ എന്നോട് അരുൾ ചെയ്താലും, ശമൂവേൽ പറഞ്ഞതുപോലെ, മറിയ പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, നിന്റെ വചനം എന്നിൽ ജീവനാകട്ടെ എന്ന് പറയുന്ന ഹൃദയങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ പലതും ഉണ്ടായേക്കാം. നിങ്ങളുടെ നാട്ടിൽ പലതും നടന്നേക്കാം. ലോകത്തിൽ പല സംഭവങ്ങളും നടന്നേക്കാം. ഹല്ലേലൂയ. എന്നാൽ മാറാത്തതും എന്നും നിലനിൽക്കുന്നതുമായ വചനം ഇന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സ്വർഗം അയക്കുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഗലാത്യക്കാരുടെ ആ ലേഖനത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കാനിടയായി. ഗലാത്യർക്ക് പൗലോസ് തന്റെ ലേഖനത്തെ എഴുതാൻ ഇട വന്നത് അവരുടെ പിന്മാറ്റം മൂലമായിരുന്നു. ഹല്ലേലൂയ. ബൈബിളിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾ ഗലാത്യ സഭയ്ക്കായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് സഭയോട് ദൈവം തരുന്ന ഒരു ആഹ്വാനമാണ്. ഹല്ലേലൂയ. വീണ്ടും ജനിക്കപ്പെട്ടവരായിരുന്നു ഗലാത്യ സഭയിൽ ഉണ്ടായിരുന്നവർ. ആരംഭത്തിൽ നാം ശ്രമിച്ചതുപോലെ തന്നെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്താൽ അവൻ ഗലാത്യ സഭയിലുള്ളവൻ സഭയിലേക്ക് വരാൻ വേണ്ടി, ക്രിസ്തുവിനായി മാറ്റി നിർത്തപ്പെടാൻ വേണ്ടി അവരെ വെടിപ്പാക്കി. ഹല്ലേലൂയ. അവരെ ജലസ്നാനത്താൽ കഴുകി അവരെ പറ്റിപ്പിടിച്ചിരുന്ന കറകളെ നീക്കം ചെയ്തു. അവരുടെ ഹൃദയങ്ങളെ തുറന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. അങ്ങനെ തനിക്ക് വേണ്ടി അവരെ വിശുദ്ധീകരിക്കേണ്ടതിന് അവൻ അപ്രകാരം ചെയ്തു. വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ വേർതിരിച്ചു നിർത്തുക. പ്രത്യേക കാര്യങ്ങൾക്കായി ലോകത്തിൽ നിന്ന്, ജഡമനുഷ്യരിൽ നിന്ന്, ലോകത്തിന്റെ വ്യവസ്ഥിതികളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു കൂട്ടം. ഹല്ലേലൂയ. പതുക്കെ ഗലാത്യ സഭയിൽ ഉണ്ടായിരുന്ന ചിലർ ജഡികന്മാരായി തീർന്നു. അവരാദ്യ സ്നേഹം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. അവർ അറിയുക, അവർ നമ്മെ പോലെ തന്നെ വീണ്ടും ജനിക്കപ്പെട്ടവർ തന്നെയായിരുന്നു. ഹല്ലേലൂയ. അവർ യേശുവിനാൽ ജനിക്കപ്പെട്ടവരായിരുന്നു. യേശുവിന്റെ മകനും മകളുമായി തീർന്നവർ തന്നെയായിരുന്നു. ഈ വചനം കേൾക്കുന്ന സഹോദര, നീയും വചനത്താൽ ജനിക്കപ്പെട്ട ദൈവ പൈതൽ തന്നെയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി ഹൃദയവേദനയോടെ ഗലാത്യ 4:19 അതിൽ ഇങ്ങനെ കാണുന്നു. ഗലാത്യ 4:19 നമുക്ക് കേൾക്കാം. എന്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ. പിയോസിയിൽ നിന്നുള്ള വചനമാണ് കേൾക്കുന്നത്. എന്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. അത് സത്യവേദ പുസ്തകത്തിൽ 4:19. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ പ്രസവവേദനയിലേക്ക് പ്രവേശിക്കുകയാണ്. പൗലോസ് പറയുകയാണ്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം. ഹല്ലേലൂയ. ഒരു ഭ്രൂണത്തിൽ ഒരു കുഞ്ഞ് ഉരുവാകുന്നത് പോലെ. ഇതാരോടാ പറയുന്നത്? ഒരിക്കൽ വീണ്ടും ജനിച്ചവരാണ്. എന്നാൽ ഏതൊക്കെയോ ചില കാരണങ്ങളാൽ അവരുടെ ഉള്ളം വചനത്തിൽ നിന്ന് പിന്നോക്ക അവസ്ഥയിലേക്ക് പോയി. അവരെ നോക്കിക്കൊണ്ട് പൗലോസ് പറയുകയാണ്, ഒരിക്കൽ വീണ്ടും ജനിച്ച നിങ്ങൾക്ക് വീണ്ടും ജനനം ആവശ്യമാണ്. മടങ്ങി വരുന്നതിനു വേണ്ടി നിങ്ങൾക്ക് വീണ്ടും ജനനം ആവശ്യമാണ്, ക്രിസ്തുവിൽ നിൽക്കുന്നതിനു വേണ്ടി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിളിക്കപ്പെട്ട സഭയ്ക്ക് പൗലോസ് തന്റെ ലേഖനം എഴുതിയപ്പോൾ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീണ്ടും
ഈറ്റുനോവ് അനുഭവിക്കുകയാണ്. ഒരിക്കൽ പൗലോസ് അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി, അവരെ വീണ്ടും ജനനത്തിലേക്ക് നടത്തുന്നതിനു വേണ്ടി ഈറ്റുനോവ് അനുഭവിച്ചു, അഥവാ പ്രസവ വേദന അനുഭവിച്ചു. അങ്ങനെ പ്രസവ വേദനയാൽ അവരെ വീണ്ടും ജനനത്തിലേക്ക് കൊണ്ടുവന്നു. ഗലാത്യർ 4:19 സത്യവേദപുസ്തകം ഒരിക്കൽ കൂടി, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ പിന്നെയും ഗ്രീക്ക് വാക്ക് പാലിൻ എന്നാണ്. അതിന്റെ അർത്ഥം മുൻപ് നിങ്ങളിൽ നടന്നത് തന്നെ വീണ്ടും നിങ്ങളിൽ നടക്കേണ്ടതിന്, അഥവാ ഒരു പുനരുത്ഥാനം, ഒരു പൂർണ്ണമായ പുനരുദ്ധരിക്കൽ നിങ്ങളുടെ ആത്മമണ്ഡലത്തിൽ, നിങ്ങളുടെ അടയപ്പെട്ട മനസ്സിൽ, ഹൃദയത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്നതിന് വേണ്ടി പൗലോസ് പ്രസവ വേദന അനുഭവിക്കുകയാണ്. അവരെ വിളിക്കുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങളിൽ ഒരു പാലിൻ സംഭവിക്കണം, ഒരു പുനരുദ്ധരിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിനായി പൗലോസ് ഈറ്റുനോവ് അനുഭവിക്കുകയാണ്. ഏതൊക്കെ രീതിയിലാണ് അപ്പസ്തോലൻ ഈറ്റുനോവ് അനുഭവിക്കുന്നത്? ഹല്ലേലൂയ! തന്റെ പ്രാർത്ഥനയിലൂടെ ഈറ്റുനോവ് അനുഭവിക്കുകയാണ്. എന്താണ് ഈറ്റുനോവ്? ഒരു സ്ത്രീ തന്റെ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ തുടങ്ങുമ്പോൾ അവൾക്ക് വേദന വന്നോ എന്ന് ചോദിക്കാറുണ്ട്. ഒരു വേദന ആരംഭിക്കുകയാണ്. വേദനയിൽ നിന്ന് പ്രാർത്ഥന ഉയരുകയാണ്. ഹല്ലേലൂയ! പൗലോസിന്റെ ഈറ്റുനോവ് പൗലോസിന്റെ പ്രാർത്ഥനയാണ്. പൗലോസ് ഇവിടെ ആർക്കു വേണ്ടിയാണ് ഈറ്റുനോവ് അനുഭവിച്ച് പ്രാർത്ഥിക്കുന്നത്? ഒരിക്കൽ ക്രിസ്തുവിൽ ജനിക്കപ്പെട്ടവർ വീണ്ടും അവർ നിഷ്ക്രിയരായി തീരാൻ തുടങ്ങിയപ്പോൾ, ക്രിസ്തു അവരുടെ ഉള്ളത്തിൽ ഉരുവാകാതിരിക്കുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ, അവർ പിന്മാറ്റിയ അവസ്ഥയിലേക്ക് അകറ്റപ്പെട്ടപ്പോൾ, അവരുടെ മനസ്സിലുണ്ടായിരുന്ന സ്നേഹം തണുത്തു പോകാൻ ഇടയായപ്പോൾ, പൗലോസ് അവർക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുകയാണ്. പൗലോസ് ഈറ്റുനോവ് അനുഭവിക്കുമ്പോൾ പരിശുദ്ധാത്മാവും ഈറ്റുനോവ് അനുഭവിക്കുന്നു. നഷ്ടപ്പെട്ടവരെ ഓർത്ത്, ക്രിസ്തുവിൽ നിന്ന് അകന്നു പോയവരെ ഓർത്ത് പരിശുദ്ധാത്മാവ് പ്രസവ വേദന അനുഭവിക്കുകയാണ്. വചനം പറയുന്നു, ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. മനഃപൂർവമല്ലെങ്കിൽ പോലും സഭയെ നിങ്ങൾ എങ്ങനെയാണ് ക്രിസ്തുവിന്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്? ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തിയപ്പോൾ, പിന്മാറ്റ അവസ്ഥയിലേക്ക് നിങ്ങൾ തിരിച്ചു പോയപ്പോൾ, ക്രിസ്തുവിന് അനുരൂപമായ പ്രവൃത്തി നിങ്ങളിൽ ഉണ്ടാകാതിരുന്നപ്പോൾ, യേശു ക്രിസ്തുവിന് ഹിതകരമായത് നിങ്ങളിൽ സംഭവിക്കാതിരുന്നു ഗലാത്യ സഭയെ. അതിനാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നു. ഹല്ലേലൂയ! പൗലോസിന്റെ ഈറ്റുനോവ് തന്റെ പ്രസംഗത്താലാണ്. പൗലോസിനെ നോക്കിക്കൊണ്ട് ഒരാൾ പറയുകയാണ്, ഹേ പൗലോസ്, നീ എന്തിനാണ് ഇങ്ങനെ ഒരു ബോച്ചനെ പോലെ പറയുന്നത്, ഒരു വിഡ്ഢിയെ പോലെ നീ പുലമ്പുന്നത്? പൗലോസ് പറയുകയാണ്, നശിച്ചു പോകുന്ന ഈ ആത്മാക്കളെ ഓർത്തുകൊണ്ട്. ഹല്ലേലൂയ! യേശുവിൽ പുനരുദ്ധരിക്കപ്പെടാത്തവരുടെ ജീവിതത്തെ കണ്ടുകൊണ്ട് ഞാനൊരു ബോച്ചനെ പോലെ പുലമ്പുകയാണ്. ഞാനൊരു ബോച്ചനെ പോലെ ഒരു അംബാസിഡറായി ക്രിസ്തുവിന് പകരമായി അപേക്ഷിക്കുകയാണ്. ഹേ പൗലോസേ, നിനക്കെന്താ ഇത്ര ധനം? പൗലോസിനെ ഏൽപ്പിച്ചിരിക്കുന്ന ജനവിഭാഗമാണത്. പൗലോസ് കണക്ക് കൊടുക്കേണ്ട, ജാഗരിക്കേണ്ട വ്യക്തികളാണവർ. പരിശുദ്ധാത്മാവ് പൗലോസിനെ ഉദ്യമിക്കുകയാണ്. പൗലോസ് അവർക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുകയാണ്. ഇന്ന് ഇതിനകത്തിരിക്കുന്നെങ്കിലും, ഇന്ന് നീ സഭയ്ക്കകത്തിരിക്കുന്നെങ്കിലും, ഇന്ന് നീ ക്രിസ്തുവിലാണെങ്കിലും, നീ പുറമെ മറച്ചു വെച്ചിരിക്കുന്ന വിധത്തിൽ നിന്റെ അകത്ത് ദൈവഹിതപ്രകാരം ഒരു വളർച്ചയില്ല എങ്കിൽ, ക്രിസ്തുവിന് അനുരൂപപ്പെട്ട ഒരു ജീവിതമില്ല എങ്കിൽ, പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുകയാണ്. പൗലോസ് നിനക്ക് വേണ്ടി നിന്റെ ആത്മീയ
ആത്മീയ പിതാവ് നിനക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുകയാണ്. പൗലോസിന്റെ ഈറ്റുനോവ് തന്റെ പ്രാർത്ഥനയിലൂടെ, തന്റെ പ്രസംഗത്തിലൂടെ, തന്റെ കണ്ണുനീരിലൂടെ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ഓരോ ശുശ്രൂഷകന്മാർക്കും ഈറ്റുനോവുണ്ട്. നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ഓരോ സഭാ ശുശ്രൂഷ ചെയ്യുന്നവർക്കും, ഓരോ പ്രവാചകന്മാർക്കും, ഓരോ ഇടയന്മാർക്കും, ഓരോ ഉപദേഷ്ടാക്കന്മാർക്കും, ഓരോ അപ്പസ്തോലന്മാർക്കും ഈറ്റുനോവുണ്ട്. ഒരാത്മാവ് വീഴുമ്പോൾ, ഒരാത്മാവ് ക്രിസ്തുവിൽ വളരാതിരിക്കുമ്പോൾ അവർ ഓരോരുത്തരും പ്രസവ വേദന അനുഭവിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുപോലെ നിങ്ങൾക്ക് ഈറ്റുനോവുണ്ടാകാറുണ്ടോ? വിശ്വാസികൾക്കും ഈറ്റുനോവുണ്ടാകേണ്ടതാണ്. ഹല്ലേലൂയ. തന്റെ സഹോദരൻ പിന്മാറ്റത്തിൽ പോകുമ്പോൾ, തന്റെ സഹോദരി ക്രിസ്തുവിന്റെ ഹിതത്തിൽ വളരാതിരിക്കുമ്പോൾ, അവരുടെ വാക്കുകളിൽ, അവരുടെ പ്രവർത്തികളിൽ ദൈവഹിതത്തിന് വിരോധമായത് വെളിപ്പെടുമ്പോൾ, പൊട്ടച്ചൊല്ലുകൾ ഉണ്ടാകുമ്പോൾ, ജഡിക സ്വഭാവത്തിൽ അവർ സംസാരിക്കുന്നത് കാണുമ്പോൾ വിശ്വാസികൾക്കും ഒരു ഈറ്റുനോവ് ആവശ്യമാണ്. ഹല്ലേലൂയ. എന്തിനാണ് ഈറ്റുനോവെന്നറിയാമോ? അവരിൽ ക്രിസ്തു രൂപപ്പെടാതിരിക്കുന്നത് കാണുമ്പോൾ, അവർ വളർച്ചയിലേക്ക് കടന്നു വരാതിരിക്കുന്നത് കാണുമ്പോൾ, വഴി തെറ്റിയ ഇവരെ പൗലോസ് ഒരിക്കൽ തിരിച്ചു കൊണ്ടുവന്നതാണ്. പക്ഷെ അവർ വീണ്ടും വഴിതെറ്റിയ അനുഭവത്തിലാണ് ഇരിക്കുന്നത്. അവരെ ഓർത്താണ് ഈറ്റുനോവ്. ഹല്ലേലൂയ. സഭയെ ഓർത്ത് ശുശ്രൂഷകന്മാർ വേദനിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവർ സ്നേഹിക്കുന്ന പിതാക്കന്മാരാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. വീണ്ടും ജനിച്ച പലരും തങ്ങളുടെ ജീവിതത്തെ, തങ്ങളുടെ വിശ്വാസത്തെ ക്രിസ്തുവിൽ കാക്കാത്തതുകൊണ്ട്, പരിശുദ്ധാത്മാവിൽ വളരെ സൂക്ഷ്മതയോടെ സൂക്ഷിക്കാത്തതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അത് സംഭവിച്ചു പോയതാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഗലാത്യ 3:3 ഇങ്ങനെ പറയുന്നത്. ഗലാത്യ 3:3. ഹല്ലേലൂയ. ഇത്ര ബുദ്ധികെട്ടവരോ, നിങ്ങൾ ഇത്ര ബുദ്ധികെട്ടവരോ, ബുദ്ധിയില്ലാത്തവരോ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ആത്മാവിലല്ലേ നിങ്ങളുടെ ജീവിതം ആരംഭിച്ചത്? ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്? ആത്മാവിലല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്? ആത്മാവിലല്ലേ നിങ്ങൾ വചനം വായിക്കാൻ തുടങ്ങിയത്? ആത്മാവിലല്ലേ നിങ്ങൾ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ തുടങ്ങിയത്? എന്നാൽ ഇപ്പോൾ നിങ്ങൾ ബുദ്ധി കൊണ്ടോ അവസാനിപ്പിക്കുന്നത്? ഇപ്പോൾ നിങ്ങളുടെ ചിന്ത കൊണ്ടോ നിങ്ങൾ അവസാനിപ്പിക്കുന്നത്? ഇപ്പോഴോ നിങ്ങളുടെ ജഡം കൊണ്ടാണോ നിങ്ങൾ സമാപിക്കുന്നത്? ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ? യേശുവിനെ കുറിച്ച് എന്തെല്ലാം നിന്ദകൾ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഏതെല്ലാം പരീക്ഷകളെ നിങ്ങൾ ദൂരെ അകറ്റിയിട്ടുണ്ട്. ഏതെല്ലാം പ്രലോഭനങ്ങളിൽ നിങ്ങൾ രക്ഷ പ്രാപിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വിലപ്പെട്ട സമയങ്ങൾ ദൈവരാജ്യത്തിനു വേണ്ടി എത്രത്തോളം നിങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. പൗലോസ് ചോദിക്കുകയാണ്, ഇതെല്ലാം നിങ്ങൾ വെറുതെ അനുഭവിച്ചിരുന്നോ? ഇത്ര ബുദ്ധികെട്ട്. ആർ യു സോ ഫൂളിഷ്? ഹല്ലേലൂയ. ചിലർ ജഡികരായി മാറിയിട്ടുണ്ട്. പക്ഷേ അവർ സ്വയം സമ്മതിക്കുകയില്ല. കാരണം അവരുടെ ജഡാവസ്ഥ, അവരുടെ പിന്മാറ്റ അവസ്ഥ അവർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലായി തീർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. ആത്മാവിലാണ് നിങ്ങളുടെ ആത്മീയ ജീവിതം ആരംഭിച്ചത്. അതങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. Praise the Lord. അതിനകത്ത് ജഡത്തിന് കയറി വരാൻ നിങ്ങൾ അവസരം കൊടുക്കരുത്. അതിനകത്ത് ഈഗോയ്ക്ക്, ഈർഷ്യയ്ക്ക്, ഇഷ്ടക്കേടുകൾക്ക്, ഹല്ലേലൂയ, ബലഹീനതകൾക്ക്, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് അതിനകത്ത് ഒരു സ്ഥാനവും നിങ്ങൾ കൊടുക്കരുത്. നിങ്ങൾ ആത്മാവിൽ ജനിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ഒന്ന് വലതുകരം ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ പറഞ്ഞേ, യേശുവെന്നെ ആത്മാവിനാലും വചനത്താലും ജനിപ്പിച്ചു. ആത്മാവിനാൽ മാത്രം ഞാൻ മുന്നോട്ട് പോകും. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ തിരുവചനം. ഗലാത്യ 4:6. നിങ്ങൾ മക്കളായതുകൊണ്ട്, നിങ്ങൾ വചനം വിശ്വസിച്ച് ക്രിസ്തുവിനെ സ്വീകരിച്ച് മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന
സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ, ദൈവം പുത്രന്റെ ആത്മാവിനെ എന്റെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. You are sons. നിങ്ങൾ വിശ്വാസത്താൽ മക്കളായവരാണ്, ദൈവത്തിന്റെ മക്കളാണ് നിങ്ങൾ ഓരോരുത്തരും. അതിൽ നിങ്ങൾ സന്തോഷിക്കുക. ഹല്ലേലൂയ. സ്വപുത്രന്റെ ആത്മാവിനെയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പാ പിതാവേ എന്ന് പുത്രൻ വിളിച്ചപ്പോൾ അവനിൽ വ്യാപരിച്ച അതേ ആത്മാവ്, ഹല്ലേലൂയ, the spirit of his son in your heart. വിശ്വാസത്താൽ മക്കളായ നമുക്ക് സ്വന്തം പുത്രന്റെ ആത്മാവിനെ തന്നെ നൽകിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന മകനെ, മകളെ, ക്രിസ്തുവിനായിരിക്കുന്ന നിന്റെ മേൽ അവൻ അയച്ചിരിക്കുന്നത് സ്വപുത്രന്റെ ആത്മാവിനെയാണ്. ആ ആത്മാവിനാൽ പുത്രനായ യേശു എങ്ങനെ ജീവിച്ചോ അതുപോലെ നീ ജീവിക്കേണ്ടതിനായിട്ട് തന്നെ, അതിലൊട്ടും കുറഞ്ഞിട്ടല്ല. എത്ര പേർ ഇത് തിരിച്ചറിയുന്നുണ്ട്? ഹല്ലേലൂയ. നിന്റെ ജീവിതം, നിന്റെ ലൈഫ്, നിന്റെ പ്രവൃത്തികൾ, നിന്റെ വാക്കുകൾ, നിന്റെ പെരുമാറ്റങ്ങൾ, നിന്റെ ശുശ്രൂഷകൾ പോലും പുത്രൻ എപ്രകാരം ചെയ്തോ അതുപോലെ തന്നെ ആയിരിക്കേണ്ടതിന് സ്വപുത്രന്റെ ആത്മാവിനെ പിതാവ് നിന്റെ മേൽ അയച്ചിരിക്കുന്നു. പിതാവ് നിന്റെ മേൽ അയച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നിരിക്കുന്നു. അപ്പാ ഫാദർ, ഹല്ലേലൂയ. അപ്പാ പിതാവേ എന്നു വിളിക്കും പുത്രന്റെ ആത്മാവെന്റെ മേൽ വന്നിരിക്കും. ഹല്ലേലൂയ. ഇത് തിരിച്ചറിയുന്നവൻ ഇതകത്ത് ജീവനായവൻ ജഡികനായി ജീവിക്കുകയില്ല. കാരണം തന്റെ മേൽ വന്നിരിക്കുന്ന വിശുദ്ധിയുടെ ആത്മാവ് പുത്രന്റെ മേൽ ഉണ്ടായിരുന്ന ആത്മാവാണ്. അതിലൊട്ടും കുറയാതെ വണ്ണം ജീവിപ്പാൻ, അതിലൊട്ടും കുറയാതെ വണ്ണം സംസാരിപ്പാൻ, അതിലൊട്ടും കുറയാതെ വണ്ണം പ്രവർത്തിപ്പാൻ ദൈവം തന്റെ പുത്രന്റെ ആത്മാവിനെ നമ്മുടെ മേൽ അയച്ചിരിക്കുന്നു. പിതാവേ, അങ്ങനെ നീ വിളിക്കുമ്പോൾ പിതാവാം ദൈവം തന്റെ പുത്രൻ തന്നെ വിളിക്കുന്ന ശബ്ദമാണ് കേൾക്കുക. തന്റെ പുത്രൻ ആര്? ദൈവം ലോകരക്ഷയ്ക്കായി ഭൂമിയിലേക്ക് അയച്ച ജഡത്തിൽ ഭൂമിയിലായിരിക്കുന്ന പുത്രൻ സഹായത്തിനായി പിതാവിനെ വിളിക്കുന്ന അതേ ശബ്ദമായിട്ട് തന്നെ പിതാവ് ചെവി ചായ്ച്ച് കേൾക്കുന്നു. ഹല്ലേലൂയ. അപ്പാ പിതാവേ, യേശുവാണ് പിതാവിനെ, അല്ലെ, ദൈവത്തെ, യാഹ്വേ അപ്പനെന്ന് അഭിസംബോധന ചെയ്തത്. പിതാവെന്ന് ദൈവത്തെ വിളിക്കാൻ പഠിപ്പിച്ചത് അത് യേശുവിൽ ഉണ്ടായിരുന്ന ആത്മാവിനാലാണ് അത് സംഭവിച്ചത്. ഇന്ന് നീ നിന്റെ മുറിക്കകത്ത് നിന്ന് അപ്പാ എന്ന് വിളിക്കുമ്പോൾ, നിന്റെ പ്രതിസന്ധിക്കകത്ത് പിതാവേ എന്ന് നീ വിളിക്കുമ്പോൾ അപ്പൻ കേൾക്കുന്നത് ജഡത്തിലുള്ള നിന്റെ ശബ്ദമല്ല, പ്രിയ പുത്രനായ യേശുവിന്റെ ശബ്ദമായിട്ട് തന്നെ പിതാവ് നിന്റെ നിലവിളിയെ, പ്രാർത്ഥനയെ കേൾക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ജഡത്തിലുള്ള ജീവിതം അവസാനിപ്പിക്കേണ്ട ഘട്ടം എന്നേ കഴിഞ്ഞിരിക്കുന്നു എന്ന് ആത്മാവുള്ളവൻ തിരിച്ചറിയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിതാവ് നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പുത്രൻ നടന്നതുപോലെ തന്നെ നടക്കുവാനാണ്. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ആത്മാവ് നിന്നെ കുവൈറ്റിലേക്ക് നയിച്ചു, കർണാടകത്തിലേക്ക് നയിച്ചു, ചാലക്കുടിയിലേക്ക് നയിച്ചു. പരിശുദ്ധ
പരിശുദ്ധാത്മാവിനാൽ തന്നെയാണ് ഞാനും നീയും നയിക്കപ്പെടുക. ഹല്ലേലൂയ. റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 14-ാമത്തെ തിരുവചനം. റോമ 8:14. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവരുടെ ആ വിളിയാണ് പുത്രന്റെ വിളിയായി കേൾക്കുന്നത്. കാരണം അവരാണ് ദൈവമക്കൾ. എത്ര പേര് ഇത് കേൾക്കുന്നു? ഹല്ലേലൂയ. നിങ്ങൾ വചനം സ്വീകരിച്ച് യേശുവിനെ സ്വീകരിച്ചപ്പോൾ ദൈവമക്കളാകാനുള്ള അധികാരം ലഭിച്ചു. എല്ലാവരും പറഞ്ഞു അധികാരം ലഭിച്ചു. ഇങ്ങനെ പറഞ്ഞു വചനം കേട്ടപ്പോൾ, യേശുവിനെ വിശ്വസിച്ചപ്പോൾ അന്ന് എനിക്ക് ദൈവത്തിന്റെ മകനാകുവാൻ അധികാരം ലഭിച്ചു. അധികാരത്തെ നീ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? നിന്റെ മേൽ ഇറങ്ങി വന്നിരിക്കുന്ന ആത്മാവിനാൽ നീ നടത്തപ്പെടുമ്പോൾ ആ അധികാരത്തെ നീ ഉപയോഗിക്കുകയാണ്. ആത്മാവിനാൽ നടത്തപ്പെടാത്തവർക്ക് ദൈവം മക്കളാകുവാൻ സാധ്യമല്ല. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഇത് തിരിച്ചറിയുന്ന മക്കൾ ഹൃദയം തുറന്ന് ആത്മാവിനാൽ എനിക്ക് നയിക്കപ്പെടണം. ജഡത്തിലല്ല, എന്റെ പഴയ ബുദ്ധിയിലല്ല, എന്റെ അറിവിലല്ല, പരിശുദ്ധാത്മാവിനാൽ എനിക്ക് നയിക്കപ്പെടണം. ഹല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റിന്റെ ശബ്ദം മാത്രം കേട്ടു നടപ്പാൻ കൃപ തരണമേ. Lead by the Spirit of God. Hallelujah. ദൈവത്തിന്റെ ആത്മാവേ ഈ മക്കളെ നടത്തുക, നയിക്കുക. They are the sons of God. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരല്ലേ ദൈവത്തിന്റെ മക്കൾ. അവരങ്ങനെ നയിക്കപ്പെടേണ്ടിയിരിക്കെ അവർ സ്വയം തന്റെ ഇഷ്ടത്താൽ, മോഹത്താൽ, ജഡത്താൽ നയിക്കുന്നെങ്കിൽ അവർ അതിക്രമം കാണിക്കുന്നവരാണ്. ഗലാത്യ സഭ അതിക്രമം കാണിക്കുന്നു. അവർ പരിധി ലംഘിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരുടെയോ ബുദ്ധിമണ്ഡലത്തെ പരിശുദ്ധാത്മാവ് അറിയിക്കുന്നു. ആരുടെയോ ബുദ്ധിമണ്ഡലം കെട്ടപ്പെട്ട് കിടക്കുന്നു. അവരുടെ ബുദ്ധിയുടെ മേഖലയിൽ എന്തൊക്കെയോ ചില ശരികൾ വെച്ചുകൊണ്ട് അവർ കെട്ടപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ബുദ്ധിമണ്ഡലത്തിലുള്ള കെട്ടുകൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ബുദ്ധിമണ്ഡലം തുറക്കപ്പെടട്ടെ. ചിന്താ മണ്ഡലം യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ ജഡത്തിന്റെ ദാസന്മാരല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക. റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 15. റോമ 8:15. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന്, നിങ്ങൾ പിന്നെയും പേടിക്കേണ്ടതിന്, ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നിങ്ങൾ ദാസന്മാരെ പോലെ അസ്വസ്ഥപ്പെടരുത്. നിങ്ങൾ ദാസന്മാരെ പോലെ ഭയപ്പെടരുത്. നിങ്ങൾ ദാസന്മാരെ പോലെ കൺഫ്യൂഷൻ ആകരുത്. നിങ്ങൾ ദാസന്മാരല്ല, നിങ്ങൾ കുടുംബത്തിലെ മക്കളാണ്. ഹല്ലേലൂയ. ആരെങ്കിലും കുടുംബത്തിലെ മക്കൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ദാസ്യത്വത്തിന്റെ ആത്മാവ് പോലെ ടെൻഷൻ അടിക്കുന്നെങ്കിൽ, സംശയിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് അത് പറയുന്നു. ഹല്ലേലൂയ. നിങ്ങൾ പ്രാപിച്ചത് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ അത്രേ ഞാനും നീയും പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ജഡത്തിനല്ല. നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ജഡത്തിലുള്ള വ്യക്തികൾക്കല്ല, ലോകത്തിനല്ല. നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ മേൽ വന്നിരിക്കുന്ന ആത്മാവിന്റെ ഉടമസ്ഥനോടാണ് നാം കടപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ടവരുടെ ആത്മാവ് പിതാവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവർ പിതാവ്
പിതാവുമായുള്ള ബന്ധത്തിൽ തന്നെ ജീവിക്കുകയാണ്. ജഡികനാണെങ്കിൽ, വളർച്ചയെത്താത്തവനാണെങ്കിൽ, ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ട് കഴിഞ്ഞു, അവർ മറ്റൊരു സുവിശേഷത്താൽ നയിക്കപ്പെടുന്നത് കൊണ്ടാണ്. പെട്ടെന്നൊന്നിട്ട് ചെയ്തു പോകാൻ ഗലാത്യ 1:6. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. മറിഞ്ഞു പോവുകയാണ് മറ്റൊരു സുവിശേഷത്തിലേക്ക്. അതുകൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. ഈ വീണ്ടും ജനിക്കപ്പെട്ട ഗലാത്യ സഭയോട് പറയുന്നു, നിങ്ങൾ മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞു പോവുകയാണ്. അനദർ ഗോസ്പൽ. ഹല്ലേലൂയ. യേശു പഠിപ്പിക്കാത്തതും വെളിപ്പെടുത്താത്തതും ശിഷ്യർ പറയാത്തതും ആത്മാവ് അറിയിക്കാത്തതുമായ സ്പെഷ്യൽ സുവിശേഷത്തിലേക്ക് നിങ്ങൾ മറിഞ്ഞു പോകരുത്. നിങ്ങളെ മറിച്ചു കളയാൻ പിശാച് തന്ത്രങ്ങൾ ഈ ലോകത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അഥവാ അവൻ ഒരിക്കലും വെറുതെ ഇരിക്കില്ല. അന്ന് ഏത് സ്പിരിറ്റ് പ്രവർത്തിച്ചോ ആ സ്പിരിറ്റ് ഇന്നും ഈ ലോകത്തിൽ നടക്കുന്നുണ്ട്. ക്രിസ്തു ഉപദേശിക്കാത്തതും അപ്പസ്തോലന്മാർ പഠിപ്പിക്കാത്തതും പരിശുദ്ധാത്മാവ് അറിയിക്കാത്തതുമായ ഒരു അനദർ ഗോസ്പലിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോയി, നമ്മുടെ മനസ്സിനെ കൊണ്ടുപോയി നമ്മളെ മറിച്ചിടുക ക്രിസ്തുവിൽ നിന്ന്. അത് പിശാചിന്റെ തന്ത്രമാണ്. 1:7. അത് വേറൊരു സുവിശേഷം എന്നല്ല. നിങ്ങൾ അറിയുക, വേറൊരു സുവിശേഷം എന്നല്ല. ചിലർ നിങ്ങളെ കലക്കുവാനും ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളയുവാൻ ഇച്ഛിക്കുന്നു. ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളയുവാനും ഇച്ഛിക്കുന്നു എന്നത്രേ. നിങ്ങളെ കലക്കാൻ, നിങ്ങളെ ട്രബിളിലാക്കി തീർക്കാൻ, നിങ്ങളെ പ്രശ്നത്തിലാക്കി തീർക്കാൻ, ഏതെങ്കിലും സഭാവിശ്വാസികളുടെ ഹൃദയം ഏതെങ്കിലും പ്രശ്നത്താൽ അകപ്പെട്ടതുപോലെ കുരുങ്ങി ഹൃദയം കിടക്കുന്നുണ്ടെങ്കിൽ വേറെ ഏതോ ഒരു സുവിശേഷത്തിനകത്തു നീ മറിഞ്ഞു പോയിട്ടുണ്ട് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ചിലരെ കുഴപ്പത്തിലാക്കാൻ, ട്രബിളിലാക്കാൻ പിശാച് മറ്റൊരു സുവിശേഷത്തെ തന്ത്രപൂർവ്വം അവതരിപ്പിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുകളിലെല്ലാം സഭയെന്ന പേരിലുള്ള പലയിടങ്ങളിലും ഇപ്രകാരമുള്ള കെണികൾ, തന്ത്രങ്ങൾ കിടക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ ഒരു രഹസ്യം പറയട്ടെ, മറ്റൊരു സുവിശേഷം കേൾക്കാൻ തയ്യാറായിട്ടുള്ള ഓരോ ജീവിതങ്ങളും ഇന്നുവരെ കലങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. അവർ നിലനിന്നിട്ടില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത് ആത്മീയ സത്യമാണ്. ഇത് വചനപ്രകാരമുള്ള സത്യമാണ്. ഹല്ലേലൂയ. ചില ഗ്രൂപ്പുകളെ നമുക്കറിഞ്ഞൂടെ, ക്രിസ്തു പറയാത്ത, ഉപദേശിക്കാത്തല്ലേ, വിഗ്രഹങ്ങളുടെ ആരാധന, തൊട്ടുമുത്തൽ എടുത്തുകൊണ്ട് നടക്കൽ, അല്ലേ, കന്യക ആരാധന, ഹല്ലേലൂയ, ശിശു ആരാധന, പ്രതിഷ്ഠകൾ, എന്തെല്ലാം പരിപാടികളാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ മാതൃകയാക്കേണ്ടത് അങ്ങനെയുള്ളവരെയല്ല, അതിന് വഴങ്ങാത്തവരെ നിങ്ങൾ മാതൃകയാക്കിക്കൊള്ളുവിൻ. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാം തിരുവചനം. സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. പൗലോസ് പറയാണ്, ഗലാത്യ സഭയോട് പറയാണ്, അങ്ങനെയുള്ളവർ അവർക്ക് ഞങ്ങൾ വഴങ്ങിക്കൊടുത്തില്ല. സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഒരു നാഴിക പോലും ഞങ്ങൾ വഴങ്ങിക്കൊടുത്തിട്ടില്ല. ഹല്ലേലൂയ പറഞ്ഞേ, എല്ലാരും പറഞ്ഞു, ഒരു നാഴിക പോലും മറ്റൊരു സുവിശേഷത്തിന് വഴങ്ങരുത്. അപ്പോസ്തലന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, അവർ മറ്റൊന്നിനും വഴങ്ങിക്കൊടുത്തിട്ടില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. അവർ ഭാഷയ്ക്ക് വഴങ്ങിയില്ല, അക്ഷരങ്ങൾക്ക് വഴങ്ങിയില്ല. ഹല്ലേലൂയ. അവർ ആത്മാവിന് മാത്രമേ വഴങ്ങിക്കൊടുത്തുള്ളൂ. ഹല്ലേലൂയ. നോട്ട് ഫോർ ഓൺ ഹോർ. ഒരു മണിക്കൂർ പോലും, ഒരു നാഴിക പോലും മറ്റൊരു സുവിശേഷത്തിന്, ദുരുപദേശത്തിന് കീഴടങ്ങരുത്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയാമോ? ബാക്കി എല്ലാത്തിനും ഇരുളുന്നതിന് മുമ്പ് ക്രമീകരണം വരുത്തിയാൽ മതി. പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. സഹോദരനോട് കോപിക്കുന്നവൻ രാത്രി കഴിയുന്നതിന് മുമ്പേ അത് ക്ലിയർ ആക്കിക്കോണെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇത് ദൈവമക്കളോട് പറഞ്ഞിരിക്കുന്ന ദൂത. രാത്രിയും കഴിഞ്ഞ് പിറ്റേന്നും കഴിഞ്ഞാൽ നീ അറിയുന്നില്ല, നിന്റെ ഹൃദയം വേറൊരുവൻ കൈവശമാക്കി കഴിഞ്ഞു. ഇനി നിനക്കൊരു മോചനം, ഡെലിവറൻസ് ആവശ്യമാണ്. ഇനി നിനക്കൊരു വീണ്ടും ജനനം ആവശ്യമാണ്. എന്നാൽ മറ്റൊരു സുവിശേഷത്തെ കുറിച്ച് പറയുന്നത്, ഒരു നാഴിക കഴിയാൻ പോലും കാത്തിരിക്കരുത് അതിനകത്ത് പുറത്തു വരാൻ. മനസ്സിലായവർ കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ.
ഗലാത്യർ 2:4. ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര ശക്തമായി നിങ്ങളെ അറിയിക്കുന്നതെന്നറിയാമോ? ഒരു കാരണവശാലും ഈ നാളുകളിൽ, അടുത്ത വർഷങ്ങളിൽ, അടുത്ത നാളുകളിൽ ഇതുപോലത്തെ മറ്റൊരു സുവിശേഷം ഈ ലോകത്തെ കാർന്നു പിടിക്കാൻ വരും. എന്നാൽ നിങ്ങൾ അതിന് 1 മണിക്കൂർ പോലും ചെവി വെച്ച് കൊടുത്തേക്കരുത്. ഏത് വചനം കേൾക്കുമ്പോഴും ഇത് യേശു പഠിപ്പിച്ചതാണോ, ഇത് അപ്പസ്തോലന്മാർ പഠിപ്പിച്ചതാണോ? അല്ല എങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കാതിരിപ്പേൻ, അതിന് വഴങ്ങി കൊടുക്കാതിരിപ്പേൻ. ഗലാത്യർ 2:4. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. ഈ മറ്റൊരു സുവിശേഷം അറിയിക്കാൻ പ്രാഗൽഭ്യം കിട്ടിയവർ, അവർ നുഴഞ്ഞു വരുന്നവരാണ്. ഹല്ലേലൂയ. അവർ പരസ്യമായി തുറന്നു വെച്ചല്ല വരിക, അവർ പരസ്യമായിട്ടല്ല അവരെ പഠിപ്പിക്കുക, അവർ സീക്രട്ട് ആയിട്ടാണ് പഠിപ്പിക്കുക. അവർ നുഴഞ്ഞു വന്ന് ഉപദേശം നൽകുന്നവരാണ്. അവർ മറ്റൊരു വാതിലിലൂടെ വരുന്നവരാണ്. അവരെ സൂക്ഷിച്ചു കൊള്ളുവേൻ. എത്രവർക്ക് പിടുത്തം കിട്ടുന്നുണ്ട്? കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. യഥാർത്ഥത്തിലുള്ള ദൈവവചന സത്യങ്ങൾക്ക് രഹസ്യങ്ങളില്ല. അത് പരസ്യമാക്കേണ്ടതാണ്, ധൈര്യത്തോടെ പറയേണ്ടതാണ്. ഹല്ലേലൂയ. അതിനൊരു രഹസ്യം മറവെച്ചുകൊണ്ട് ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, സീക്രട്ടായിട്ട് സുവിശേഷം പഠിപ്പിക്കുന്നെങ്കിൽ, മറ്റു സഭ പഠിപ്പിക്കുന്നതല്ല ഞങ്ങൾ പഠിപ്പിക്കുന്നത് സ്പെഷ്യലാണ്, ബാക്കിയുള്ളത് ശരിയല്ലെന്ന് പറഞ്ഞ് സൂത്രത്തിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു വാതിലിലൂടെ വരുന്നതാണ്. ധൈര്യത്തോടെ അവർ പഠിപ്പിക്കാൻ തുടങ്ങട്ടെ, ധൈര്യത്തോടെ അവർ പ്രസംഗിക്കാൻ തുടങ്ങട്ടെ. സത്യമാണെങ്കിൽ. ഹല്ലേലൂയ. അപ്പൊ നുഴഞ്ഞു വരുന്ന കള്ള സഹോദരന്മാരാലാണ് മറ്റൊരു സുവിശേഷം വന്നത്. അവരെന്തിനാണ് അങ്ങനെ ചെയ്തത്? വായിച്ചേ. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന്. അപ്പോൾ അടിമത്വത്തിന്റെ സ്പിരിറ്റ് അതിലൂടെ വ്യാപരിക്കും. നമ്മൾ അതിനകത്ത് അടിമപ്പെട്ടു പോകും. അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തു യേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരുന്നു. നമുക്ക് ക്രിസ്തുവിൽ എത്രത്തോളം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, ആ സ്വാതന്ത്ര്യം ഇന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗലാത്യ സഭയെ മറ്റൊരു സുവിശേഷകന്മാർ നുഴഞ്ഞ് കയറി വന്നതുകൊണ്ട് സംഭവിച്ചതാണ്. ഹല്ലേലൂയ. സ്പൈ വർക്കേഴ്സ് എന്നാണ് അവരെ കുറിച്ച് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദുരുപദേശത്തിന് 1 മണിക്കൂറിനപ്പുറം വിട്ടുകൊടുത്തവരെല്ലാം കീഴടങ്ങിയ ചരിത്രമേ ഉള്ളൂ. കേട്ടോ? 1 മണിക്കൂർ കഴിഞ്ഞ് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ വലിയ കൃപ പ്രവർത്തിച്ചുകൊണ്ടാ. അപ്പൊ ദിവസങ്ങൾ, മാസങ്ങൾ ദുരുപദേശങ്ങളിൽ കെട്ടപ്പെട്ടു പോയവരുണ്ടെങ്കിൽ എത്ര വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകണം. അവരുടെ ഉള്ളങ്ങളിലേക്ക് വചനങ്ങളെ, ഓരോ സഭകളിലും ദുരുപദേശത്തിനാൽ അകപ്പെട്ടു പോയവരുണ്ടെങ്കിൽ ഈ വചനഭാഗങ്ങൾ നിങ്ങൾ അയച്ചു കൊടുപ്പീൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഗലാത്യ 4:17. ഗലാത്യ 4:17. ഇത് മുഴുവൻ ഗലാത്യ സഭയുടെ അവസ്ഥയാണ്. ഇത് ഇന്ന് പുതു നിയമ കാലഘട്ടത്തിൽ, ഈ അന്ത്യകാലഘട്ടത്തിൽ ഈ ലോകത്തിലുള്ള ഓരോ സഭകളോടും പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുകയാണ്. ഗലാത്യ 4:17. അവർ നിങ്ങളെ കുറിച്ച് എരിവ് കാണിക്കുന്നത്, അവർക്ക് നിങ്ങളോടൊരു താല്പര്യം കാണിക്കുന്നത്, സ്നേഹം കാണിക്കുന്നത്, എരിവ് കാണിക്കുന്നത് ഗുണത്തിനായിട്ടല്ല, നിങ്ങളുടെ ഗുണത്തിനായിട്ടല്ല. നിങ്ങളും അവരെ കുറിച്ച് എരിവ് കാണിക്കേണ്ടതിന്, നിങ്ങളും അങ്ങനെ അവരെ കുറിച്ച് ഒരു എരിവ് സ്നേഹമുള്ളവരായി തീരാനും അവർ നിങ്ങളെ പുറത്തിട്ട് അടച്ചു കളവാൻ ഇച്ഛിക്കയത്രേ ചെയ്യുന്നത്. നിങ്ങളെ അവർ പുറത്തിട്ട് കളയാൻ, നിങ്ങളെ സഭയ്ക്ക് വെളിയിലാക്കി കളയാൻ, നിങ്ങളെ ക്രിസ്തുവിന്റെ കൃപയിൽ നിന്ന് പുറത്താക്കി കളയാൻ കള്ള ഉപദേശകന്മാർ നുഴഞ്ഞു വരുന്നു. ഹല്ലേലൂയ. ഗലാത്യ സഭകളിൽ അനേകം പ്രശ്നങ്ങളുണ്ട്. അതിൽ ഒന്നിന്റെ ഒരു ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച അരമണിക്കൂറിൽ നിന്ന് തൊട്ടത്. അതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അവർ എരിവ് കാണിക്കുന്നത്, ദുരുപദേശകന്മാർ നിങ്ങളുടെ വീട്ടിൽ വന്ന് കൂടുന്നത്, നിങ്ങളുടെ ഫോണിൽ സംസാരിക്കുന്നത്, ഹല്ലേലൂയ, നിങ്ങൾക്ക് സീക്രട്ട് പഠനങ്ങൾ തരുന്നത് നിങ്ങളുള്ള സ്നേഹം നിമിത്തമല്ല. അവർ നിങ്ങളെ ഹല്ലേലൂയ പുറത്തിടാൻ വേണ്ടി, സഭയുടെ വാതിൽ നിങ്ങൾക്കെതിരെ അടച്ചു കളയാൻ വേണ്ടി ഇച്ഛിച്ചുകൊണ്ട് അവരിലുണ്ടായിരുന്ന പൈശാചിക ശക്തികളാണ് അത് ചെയ്യുന്നത്. നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പിൽ നിന്ന്, കൃപയിൽ നിന്ന് പുറത്താക്കാൻ വരുന്ന ദുരുപദേശങ്ങളെ സഭ വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കാണുന്നതെല്ലാം കേൾക്കാൻ പോകരുത്. മനസ്സിലായോ? യൂട്യൂബിലും ഫേസ്ബുക്കിലും വരുന്നത് മുഴുവൻ കേട്ട് തലേ കയറ്റിക്കൊണ്ടിരിക്കരുത്. ഹല്ലേലൂയ. കൂട്ടായ്മകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്ന പഠനങ്ങളാണിവ. ഹല്ലേലൂയ. ദുരുപദേശത്തിന് ആരെല്ലാം കീഴ്പ്പെട്ടിട്ടുണ്ടോ ഇന്ന്
ഇന്നു വരെ അവരെല്ലാം സഭകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. സഭയല്ലാത്ത സഭയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ദുരുപദേശം തന്നെ നിറഞ്ഞിരിക്കുന്ന കുറെ സഭകൾ ഈ ലോകത്ത് ശക്തി പ്രാപിച്ച് നിൽപ്പുണ്ട്. ഹല്ലേലൂയ. അവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അവര് പുറത്താക്കുന്നത് ആരെയാണെന്നറിയാമോ? അവർ സത്യം തിരിച്ചറിയുന്നവരെയാണ് അവർ പുറത്താക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ സത്യസഭയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ദുരുപദേശത്തിന് കീഴിലേക്ക് പോകുന്നവർ, പിന്മാറ്റത്തിലേക്ക് പോകുന്നവരുടെ വേറൊരു ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ, അത് നിങ്ങൾ ഈ കേൾക്കുന്ന ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ചോണം. എന്താണെന്നറിയാമോ? അവർക്ക് കള്ളം സത്യമായിട്ട് ഫീൽ ചെയ്യും. സത്യം അവർക്ക് കള്ളമായിട്ട് ഫീൽ ചെയ്യും. അതാണ് ഗലാത്യ സഭയുടെ രണ്ടാമത്തെ രോപണം. സത്യത്തോട് അവർ മറുത്തു നിൽക്കും. സത്യം പറയുന്നവരോട് അവർക്ക് വിദ്വേഷവും വെറുപ്പും ഉണ്ടാകും. ഗലാത്യ 4:16 വായിച്ച്. ഗലാത്യ 4:16. അങ്ങനെ ഇരിക്കെ നിങ്ങളോട് സത്യം പറയുക കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായി പോയോ? പൗലോസ് പറയാണ്, ഞാൻ നിങ്ങളോട് സത്യമല്ലേ പറയുന്നത്? ഞാൻ നിങ്ങളോട് വചനത്തിലെ സത്യമല്ലേ പറയുന്നത്? ഞാനത് പറയുക കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായി പോയോ? അപ്പൊ സത്യം കേൾക്കുമ്പോൾ അസത്യം പോലെ തോന്നുന്നെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ ഏറെ ഇരിക്കണം. കാരണം നിങ്ങൾ കൺഫ്യൂഷനാണ്. നിങ്ങളുടെ വിചാരം ആ പറയുന്നത് സത്യമല്ല, ഈ പറയുന്നതാണ് സത്യം. ഏതാണ് സത്യമെന്ന് ദൈവവചന പ്രകാരം തിരിച്ചറിയണം. അതിന് വളർച്ചയെത്തണം. ഹല്ലേലൂയ. അതുവരെ പൗലോസ് പറയുകയാണ്, എന്നെയാണ് നിങ്ങളെ വീണ്ടും ജനിപ്പിക്കാൻ സ്വർഗം ഉപയോഗിച്ചിരിക്കുന്നത്. എന്റെ വാക്ക് നിങ്ങൾ കേൾപ്പീൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഈ ലോകത്ത് പറ്റിയ ഏറ്റവും നല്ല ശുശ്രൂഷകൻ ആരാന്ന് ചോദിച്ചാൽ, നിങ്ങളെ വീണ്ടും ജനനത്തിലേക്ക് നടത്തിയവർ തന്നെയാണ്. നിങ്ങളെ വീണ്ടും ജനനത്തിലേക്ക് നടത്തിയവർ പിന്മാറിപ്പോയാൽ നിങ്ങളും അവരും ഒന്നിച്ച് നിത്യനാശത്തിലേക്ക് പോയിക്കൊള്ളും. ഹല്ലേലൂയ. യേശുവേ നന്ദി. I tell you the truth. പക്ഷെ നിങ്ങൾക്കത് ഇഷ്ടമാകുന്നില്ല. ഏതെങ്കിലും ട്രൂത്ത് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടാത്ത ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വലിയ ട്രബിളിൽ കിടക്കുകയാണ്. നിങ്ങൾ അടിമയായിരിക്കുകയാണ്, നിങ്ങളെ കുടുക്കിയിട്ടിരിക്കുകയാണ്. ചെയ്തത് സാത്താനാണ്. അവര് പറയുന്നു, ഈ പൗലോസോ ഈ ആത്മീയ പിതാവോ എന്തിനും ഏതിനും വചനങ്ങൾ പറയുന്നു. പിന്നെ ആത്മീയ പിതാവിന്റെ ഡ്യൂട്ടി എന്നാ? കാണുന്നതിനും കേൾക്കുന്നതിനെല്ലാം വചനത്തിലെ സത്യം വെളിപ്പെടുത്തി കൊടുക്കൽ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമാകുന്നില്ല. നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. നിങ്ങൾ സത്യം പറയാൻ തുടങ്ങിയതുകൊണ്ട് എത്ര പേർ നിങ്ങൾക്ക് ശത്രുക്കളായിട്ടുണ്ട്? നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ശത്രുക്കൾ വന്നിട്ടില്ലേ? നിങ്ങളുടെ സ്വന്തക്കാർ അല്ലേ? നിങ്ങൾ പണ്ട് വലിയ കാര്യമായിട്ടെടുത്ത പാരമ്പര്യത്തിലുള്ളവർ നിങ്ങളുടെ ശത്രുക്കളായിട്ടില്ലേ? എന്തിന്? നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുകയായിരുന്നെങ്കിൽ അവർ ശത്രുക്കളാകുമായിരുന്നില്ല. നിങ്ങൾ സത്യത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടും നിങ്ങൾ സത്യം പറയുന്നത് കൊണ്ടും അവർ നിങ്ങൾക്ക് ശത്രുക്കളായി. ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. ചിലർ അവരുടെ കൂടെ എല്ലാം ഇങ്ങനെ അന്നുണ്ടയുടെ കൂടെ കൂടി ആഘോഷത്തിന് പോയി, ആ ഉണ്ടയിൽ നിന്ന് ആ നേർച്ചയും കഴിച്ച് ആ പെരുന്നാളിനും പോയി. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവരുടെ കാര്യമല്ല പറയുന്നത് കേട്ടോ, സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരുടെ കാര്യമാണ്. എന്തിനു പറയുന്നു? നമ്മുടെ സുഹൃത്തുക്കൾ, പരിചയക്കാർ പോലും നമ്മുടെ ശത്രുക്കളായില്ലേ സത്യത്തിൽ നമ്മൾ നിന്നതിനും സത്യം പറഞ്ഞതിന്റെ പേര്? എടാ, നമ്മുടെ നാട്ടുകാര് പോലും എന്തിനു പറയുന്നു? രക്ഷിക്കപ്പെട്ടവർ എന്ന് പറയുന്നവർ പോലും ശത്രുക്കളാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. Become your enemy. സത്യം പറഞ്ഞതിന്റെ പേരിൽ വെറുക്കുന്നവരല്ലേ? എനിക്കുണ്ട് കുറെ ബന്ധുക്കൾ. ഒരിക്കൽ എത്രത്തോളം നമ്മെ സ്നേഹിച്ചവരാണെന്നറിയാമോ?
അത്രത്തോളം എന്തിനെ പ്രതി? സത്യം അനുസരിക്കുന്നതിനെ പ്രതി നിങ്ങൾ വെറുക്കും. നിങ്ങൾക്ക് വേണ്ടി കണ്ണ് തരാൻ തയ്യാറായവർ, കരള് തരാൻ തയ്യാറായവർ, സത്യത്തിൽ നിങ്ങൾ നിൽക്കുന്നതിനെ പ്രതി നിങ്ങളെ വെറുക്കാനിടയാകും. ഗലാത്യ 4:20 ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളെ കുറിച്ച് വിഷമിക്കുന്നു. I stand in doubt of you. നിങ്ങളെ കുറിച്ച് ഞാൻ അസ്വസ്ഥനാണ്. പൗലോസ് പറയാണ്, ഞാൻ വിഷമിക്കുന്നു നിങ്ങളെ ഓർത്ത്. ഈ വചനം കേൾക്കുന്നവരെവിടെയാണെങ്കിലും നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങളെ നടത്തുന്നവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ നിങ്ങൾ അസ്വസ്ഥമാക്കരുത്. ഗലാത്യ സഭയുടെ അപ്പൻ പൗലോസാണ്. ഇന്ന് നിങ്ങൾക്കറിയാമോ, ഈ ഗലാത്യ സഭ എവിടെയാന്ന് പോലും നിശ്ചയമില്ല, അതില്ല. തുർക്കിയുടെ, ആധുനിക തുർക്കിയുടെ ഒരു ഭാഗമാണ്, പക്ഷെ അതിന്റെ തരി പോലും കാണാനില്ല. ആ പിന്മാറ്റത്താൽ അവർ എന്നേക്കുമായി നഷ്ടപ്പെടാനിടയായി. അത് വരാതിരിക്കാനാണ് പൗലോസ് ഈറ്റുനോവ് അനുഭവിച്ചത്. അതുകൊണ്ട് ഹെബ്രായർ 13:17 പറയും, നിങ്ങളെ നടത്തുന്നവരെ, ഒന്ന് വായിച്ച് ഹെബ്രായർ 13:17. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. നിങ്ങളെ നടത്തുന്ന, വചനത്തിൽ നടത്തുന്നവരെ, ക്രിസ്തുവിൽ പണിയുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. പലരും, വീണ്ടെടുക്കപ്പെട്ട പലർക്കും കീഴടങ്ങാൻ അറിയില്ല. ഒന്ന്, അവർ ഭവനത്തിൽ തന്നെ കീഴടങ്ങുന്നില്ല. ഭാര്യ ഭർത്താവിനെ കീഴടങ്ങുന്നില്ല, ഭർത്താവ് ഭാര്യയ്ക്ക് കീഴടങ്ങുന്നില്ല, മക്കൾ മാതാപിതാക്കൾക്ക് കീഴടങ്ങുന്നില്ല, മാതാപിതാക്കൾ മക്കൾക്ക് ദൈവിക കാര്യത്തിന് കീഴടങ്ങുന്നില്ല. സത്യത്തിനു വേണ്ടി പരസ്പരം നമ്മൾ കീഴടങ്ങേണ്ടിയിരിക്കുന്നു. ഒന്നുകൂടെ വായിച്ച്, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് നിങ്ങൾ കീഴടങ്ങിയിരിപ്പീൻ. ഇത് വചനമാണ്, പരിശുദ്ധാത്മാവരിൽ ചെയ്യുന്ന കാര്യമാണ്. നടത്തുന്നവർക്ക് കീഴടങ്ങിയിരിക്കാൻ പറ്റാത്ത വിധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കെട്ടുകൾ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ പുറത്താക്കുന്നു. സകല സഭകളിൽ നിന്നും കൂട്ടായ്മകളെയും വിട്ട അത്തരത്തിലുള്ള സ്പിരിറ്റുകൾ അഴിയട്ടെ, മനസ്സുകളിൽ നിന്ന് അഴിയട്ടെ, ചിന്തകളിൽ നിന്ന് അഴിഞ്ഞു പുറത്തു പോകട്ടെ. അടുത്തത്, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ. അപ്പൊ നിങ്ങളെ നടത്തുന്നവർ നിങ്ങളെ കുറിച്ചുള്ള കണക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ബോധിപ്പിക്കേണ്ടവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ജാഗരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ചില ഈറ്റുനോവുകൾ ഏറെ നാളെടുത്തു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ പരിശുദ്ധാത്മാവ് പറയും, നീ അവരെ ഓർത്ത് ഈറ്റുനോവ് എടുക്കണ്ടെന്ന്, കരയണ്ടെന്ന് പറയും. എനിക്കും കുറെ നാളുകൾ ഈറ്റുനോവ് ഉണ്ടായിരുന്നു. ഒരു ചെറിയ കാര്യത്തെ പ്രതി വേദനിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, കണ്ണുനീരോട് പ്രാർത്ഥിക്കുമായിരുന്നു, ഭാരപ്പെട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഒരു ദിവസം പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ ഇനി ഭാരപ്പെട്ട് പ്രാർത്ഥിക്കണ്ടെന്ന് എന്ന് പറഞ്ഞ് ഇനി ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ആ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്ന്. അത് കേട്ടിട്ട് ആരാണ്ട് പോയിട്ട് പറഞ്ഞു കൊടുത്തു, ബ്രദർ പറഞ്ഞു ഇനി പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞു. ഈ കേൾക്കുന്നവരുടെ ഒരു അവസ്ഥ ഓർത്ത് നോക്കി. ഒരു ഹല്ലേലൂയ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആ കേട്ടവർക്ക് അത് തിരിച്ചറിയാൻ പറ്റിയില്ല എന്നെ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാം ദൈവം നന്മയ്ക്കാക്കി തീർക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അവർ ജാഗരിക്കുന്നു അല്ലേ? ഒന്നുകൂടെ വായിച്ച വചനം. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ. നിങ്ങളുടെ ശുശ്രൂഷകന്മാർ, നിങ്ങളെ നടത്തുന്നവർ, സഭയെ നയിക്കുന്നവർ ഞരങ്ങാൻ നിങ്ങൾ ഒരു ദിവസം പോലും അനുവദിക്കരുത്.
സന്തോഷത്തോടെ നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നവരാകാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ ശുശ്രൂഷകന്മാർ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. ആ ഭാരത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഗലാത്യർ 4:20b, ഞാൻ നിങ്ങളെ കുറിച്ച് വിഷമിക്കുന്നു. പരിശുദ്ധാത്മാവും വിഷമിക്കും. സത്യത്തിൽ യഥാർത്ഥ ശുശ്രൂഷകന്മാർ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അസ്വസ്ഥരാകും. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ സത്യം കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പിന്മാറ്റത്തിൽ തന്നെയാണ്. കുറേ നാളുകൾക്ക് മുമ്പ് ഞാനായിരുന്ന ഒരു സ്ഥലത്ത് വെച്ച് ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഒരു വ്യക്തി ഇരുന്ന് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക വചനം കേൾക്കുമ്പോൾ. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ചാടിപ്പോകാൻ വേണ്ടി അടുത്ത ആളോട് പറയും എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു പോകണം. പറ്റുന്നില്ല. അത്രയും അസ്വസ്ഥര. കാരണം എന്താണെന്നറിയാമോ? ഇതാ കാര്യം. എഫേസ്യർ 5:6, വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. എന്നെ കേൾക്കുന്നവരെ, വ്യർത്ഥ വാക്കുകളാൽ നിങ്ങൾ ചതിക്കപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നത്. അപ്പൊ ശ്രദ്ധിച്ചോണം, പുതിയ നിയമത്തിൽ കൃപയാലാണ്, വിശ്വാസത്താലാണ്. പക്ഷേ നമ്മൾ വിളിച്ചു മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ അനുസരണക്കേട് കാണിക്കരുത്. പുതിയ നിയമത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ദൈവകോപം വരുത്തി വെക്കരുത്. ആരുടെ മേലാണ് ദൈവകോപം വരുന്നത്? അനുസരിക്കുന്നവരുടെ മേലല്ല, അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അപ്പൊ അനുസരണക്കേടിന്റെ സ്പിരിറ്റ് വ്യർത്ഥ വാക്കുകളിലൂടെ പകരപ്പെടും. ഒന്നുകൂടെ വായിച്ചേ. വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. വ്യർത്ഥ വാക്കുകളാലാണ് അനുസരണക്കേടുണ്ടാകുന്ന ചിലരിൽ. അപ്പൊ ഈ വ്യർത്ഥ വാക്കുകളിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്. അത് അനുസരണക്കേട് നൽകുന്ന ഒരു സ്പിരിറ്റാണ്. അതിലൂടെ ദൈവത്തിന്റെ കോപം പ്രവേശിക്കും. ദൈവകോപത്തെ പ്രവേശിപ്പിക്കുന്ന വാതിലാണ് അസത്യത്തിന്റെ വാക്കുകൾ. കിട്ടിയോ നിങ്ങൾക്ക്? സത്യമല്ലാത്തൊരു ഉപദേശം ദൈവത്തിന്റെ കോപത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന വാതിലാണ്. അതുവഴി അനുസരണക്കേട് നമ്മുടെ അകത്തേക്ക് വരുന്നു. അനുസരണക്കേടിന്റെ സ്പിരിറ്റ് വരുന്നു. അതുവഴി ദൈവകോപത്തിന് കീഴിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അതുകൊണ്ട് വ്യർത്ഥ വാക്കുകൾ കേൾക്കാനൊന്നും പോയേക്കരുത് കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾ ആകെപ്പാടെ നിങ്ങൾക്ക് കിട്ടുന്ന ഈ വചനം തന്നെ ധ്യാനിച്ചാൽ മതി. ഇപ്പൊ തൽക്കാലം നിങ്ങൾക്ക് അതിനപ്പുറത്തേക്കുള്ള കേൾക്കാൻ സമയമാകുമ്പോൾ ഞാൻ പറയാം. ഇത് തന്നെ നിങ്ങൾ കേൾക്കുകയും ഇരിക്കുകയും ചെയ്യുന്നില്ല. എന്നിട്ടാണ് ഈ നൂറ്റാണ്ടുകളുടെ ലോകത്തിന്റെ അമേരിക്കയിലുള്ളതും കൽക്കട്ടയിൽ പറയുന്നതും ലണ്ടനിൽ പറയുന്നതും കേൾക്കുന്നത്. എന്നിട്ട് സകല അനുസരണക്കേട് നിങ്ങളുടെ ഉള്ളിലേക്ക് വരികയും ചെയ്യും. അതിന്റെ സ്പിരിറ്റും കയറും, അനുസരണക്കേടും കാണിക്കും, ദൈവകോപവും ഉണ്ടാകും. എടാ, ഈ ഗലാത്യക്കാർക്കെഴുതിയ ലേഖനമൊക്കെ എടുത്തൊന്ന് വായിച്ചാൽ മതി. ഒരാഴ്ച വായിച്ചാൽ ഇത് തീരെയല്ല. ഒരധ്യായം വായിച്ചാൽ ഒരു ദിവസം മുഴുവൻ ധ്യാനിച്ചാലും തീരത്തില്ല. 5:7 എഫേസ്യർ 5:7, നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. വ്യർത്ഥവാക്കുകളുടെ കൂട്ടായ്മയിൽ നിങ്ങൾ അംഗങ്ങളാകരുത്. നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. സത്യം കേൾക്കൂ, സത്യത്തിൽ നിലനിൽക്കൂ. അടുത്ത ഗലാത്യരുടെ മൂന്നാമത്തെ അവരുടെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, അവർ ക്രിസ്തുവിന്റെ കൃപയേക്കാൾ ന്യായപ്രമാണത്തിന് പ്രാധാന്യം കൽപ്പിച്ചു. എല്ലാരും പറഞ്ഞ് ന്യായപ്രമാണം. ഇതാണ് ഗലാത്യരുടെ അടുത്ത പ്രശ്നം, മൂന്നാമത്തെ പ്രശ്നം. ഗലാത്യ 3:1
10 അതിന്റെ ആദ്യ ഭാഗം വായിച്ചേ. ഗലാത്യ 3:10. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. എന്താ എഴുതിയിരിക്കുന്നത്? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ഇപ്പോഴും നാം ആശ്രയിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ആശ്രയിക്കുന്ന ഏവരും ഏതിന്റെ കീഴില? ശാപത്തിന്റെ കീഴിൽ, അല്ലെ? ഇപ്പൊ ഉദാഹരണം, ശബത്തിന്റെ ആചരണങ്ങൾ, അല്ലെ? ശ്വാസം മുട്ടിച്ചത്തത് തിന്നരുതെന്ന് പഠിപ്പിക്കുക, കേൾക്കുക, അതിന്റെ പുറകെ പോവുക. ഏതാ? ശ്വാസം മുട്ടിച്ചത്ത്. പണ്ടൊരു പുള്ളി നമ്മുടെ ചർച്ച വന്നിട്ട് പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ പുള്ളി പറഞ്ഞു, ശ്വാസം മുട്ടിച്ചത്തു ഒന്നും ഇനി കഴിക്കരുത്. ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾ പ്രസംഗിക്കണ്ട, ഇരുന്നോളാൻ പറഞ്ഞു. കാരണം അത് മറ്റൊരു സുവിശേഷമാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ മീൻ കഴിക്കാറുണ്ടോ? ഉണ്ട്. അതെങ്ങനെയാണ് ചത്തേന്ന് ചോദിച്ചു. ശ്വാസം മുട്ടിയിട്ട്. അപ്പം നിങ്ങൾ ആ വചനം പ്രസ്താവിക്കാൻ യോഗ്യനല്ല, ഇരുന്നോളം പറഞ്ഞു. ശാപത്തിന് കീഴിലാണെന്നാ പറയുന്നത്. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. ന്യായപ്രമാണത്തിൽ, അല്ലെ, ദേവാലയത്തിന്റെ ആചരണങ്ങൾ, അല്ലെ, കിഴക്കോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി, എന്റെ പൊന്നു കൂടപ്പിറപ്പേ, ശാപത്തിന് കീഴിലാണ്. ന്യായപ്രമാണ പുരോഹിത ശുശ്രൂഷകളുടെ കീഴിൽ പോയി നിൽക്കുക, പ്രവർത്തിക്കുക, ചെയ്യുക, ശാപത്തിന് കീഴിലാണ്. വസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അല്ലെ, വെള്ള വസ്ത്രം തന്നെ. എടാ, അത് ആത്മീയ വസ്ത്രമാണ്. നമ്മൾ പുറത്തിടുന്ന നീ പുറത്ത് എത്ര വെള്ള വസ്ത്രം ധരിച്ചാലും, എന്റെ പൊന്ന് സൈമൺ ബ്രദറെ, നിന്റെ അകം ക്ലിയർ ആയില്ലെങ്കിൽ ശവക്കല്ലറ പോലെയായിട്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എത്ര വലിയ നീളമുള്ള അങ്കി ധരിച്ചാലും, എത്ര പുറമെ നീ വെള്ളം ഇട്ട് കടന്നാലും, എടാ, ന്യായപ്രമാണമാണ്. മീശ പഠിക്കണം, താടി പഠിക്കണം, കാതയിലിടരുത്, കഴുത്തേലിടരുത്, മൂടുപട ഇടണം. ഇതെല്ലാം ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാണ്. ചിലർക്ക് സംശയം, ഡൗട്ട് ഉണ്ടാവുമായിരിക്കും. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണൽ കോൺടാക്ട് ചെയ്യാം, ഞാൻ നിങ്ങളെ അറിയിക്കാം. എത്രത്തോളം സമയം ഉണ്ടാവും എന്നറിയില്ല. അതുപോലെ ക്ഷാളന നിയമങ്ങൾ, കഴുകലുമായുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബലികൾ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാണ്, അല്ലെ? എന്നാ പെസഹ പെരുന്നാളിൽ കർത്താവ് കൽപ്പന പോലെ തിരുനാമത്തിൽ ചേർന്നിടാം, എല്ലാ കുഞ്ചത്തിനും ശാപത്തിനും കീഴില്ല. ന്യായപ്രമാണ ആചാരങ്ങൾ, അപ്പൊ ഗലാത്യക്കാർക്ക് സംഭവിച്ച മൂന്നാമത്തെ പിന്മാറ്റമാണ് ന്യായപ്രമാണത്തിന് കീഴ്പ്പെട്ടു പോകുന്നത്. ശ്രദ്ധിച്ച്, മറ്റൊരു സുവിശേഷം, സത്യത്തോട് മറുതലിക്കുന്ന അവസ്ഥ. അടുത്തത് ന്യായപ്രമാണത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നു. ഈ ന്യായപ്രമാണത്തിന്റെ പ്രത്യേകത എന്നാന്നറിയാമോ? 10 അടുത്ത് വായിച്ചേ. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളിൽ ആശ്രയിക്കുന്ന ഒരുവൻ അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം ചെയ്യാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ അവന്റെ മേൽ ശാപമുണ്ടാകും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. അപ്പൊ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സഭയുടെ മേൽ ശാപമുണ്ട്. ഇറ്റ് ഈസ് റിട്ടൺ. അത് എഴുതപ്പെട്ടതാണ്. ന്യായപ്രമാണ പാലകന്മാർ അതിലുള്ള സകല വ്യവസ്ഥകളും പാലിക്കാൻ കടപ്പെട്ടവരാണ്. അതല്ലെങ്കിൽ അതിൽ തന്നെ എഴുതിയിരിക്കുന്ന സകല ശാപങ്ങൾക്കും അവർ അർഹരാണ്. കേഴ്സ്ഡ്, ശാപങ്ങൾ അവരുടെ മേൽ വരും. Written in the book of the law, ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പ്രവർത്തിക്കാതിരിക്കുന്നവൻ അതിനെ ആശ്രയിച്ച് നിൽക്കുന്നെങ്കിൽ അവന്റെ മേൽ ശാപമുണ്ട്. ഈ ന്യായപ്രമാണത്തിന്റെ ലോയുടെ കീഴിൽ നിൽക്കുന്നവർ അത് മുഴുവൻ അനുസരിക്കണം. അല്ല എങ്കിൽ എഴുതപ്പെട്ടിരിക്കുന്ന സകല ശാപങ്ങൾക്കും അവർ യോഗ്യരാണ്. നിങ്ങൾ യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ചേ. യേശു ന്യായപ്രമാണം മുഴുവൻ തെറ്റുകൂടാതെ പാലിച്ചു.
പാലിച്ചില്ലേ? പാലിച്ചു. എന്നിട്ടും എന്താ സംഭവിച്ചത്? ന്യായപ്രമാണം അവസരം കണ്ടെത്തിയിട്ട് ന്യായപ്രമാണത്തിന്റെ കർത്താവിനെ പോലും ശാപത്തിന് കീഴിലാക്കി. ശരിയല്ലേ? ന്യായപ്രമാണം മുഴുവൻ പാലിച്ചവൻ ന്യായപ്രമാണത്തിന്റെ ശാപത്തിന് കീഴിലായി തീർന്നു. പക്ഷെ യേശു എന്നാ ചെയ്തതെന്നറിയാമോ? അതിലൂടെ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് വിശ്വസിക്കുന്ന നമ്മെ വിടുവിച്ചു. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ന്യായപ്രമാണ കർത്താവിനെ അവസരം കണ്ടെത്തി ക്രൂശിച്ചപ്പോൾ ന്യായപ്രമാണത്തിന്റെ കർത്താവ് പുതിയൊരു ഉടമ്പടി പ്രഖ്യാപിച്ചു. ഹല്ലേലൂയ. ഗലാത്യർ 3:13 വായിച്ചേ. ഗലാത്യർ 3:13. മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ. മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. കണ്ടോ? മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ന്യായപ്രമാണ കർത്താവിനെ തന്നെ എന്ത് ചെയ്തു? ക്രൂശിൽ തറച്ചു. അതുകൊണ്ട് എന്ത് പറ്റി? ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. എന്നിട്ടോ അടുത്ത് വായിച്ചേ. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങി. ന്യായപ്രമാണത്തിന്റെ സകല ശാപങ്ങളിൽ നിന്നും ക്രിസ്തു നമ്മെ എന്ത് ചെയ്തു? വിലക്കി വാങ്ങി എന്നറിവീ. മരത്തിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ആ പ്രമാണത്താൽ, ആ എഴുതപ്പെട്ട വചനത്താൽ യേശു ശപിക്കപ്പെട്ടവനായി. ശ്രദ്ധിച്ചോണേ, ഒരിക്കൽ മരത്തിലൂടെ രംഗപ്രവേശനം ചെയ്ത ശാപത്തെ യേശു മരത്തിലൂടെ ക്രൂശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു. കൈയടിച്ച് കർത്താവ് നന്ദി. മരത്താൽ ഈ ഭൂമിയിലേക്ക് വന്ന ഈ ശാപത്തെ യേശു മരത്തിന്മേൽ തറയ്ക്കപ്പെട്ടുകൊണ്ട് ഹല്ലേലൂയ ആ ശാപശക്തികളെ നിഷ്കാസനം ചെയ്തു. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ തിരുവചനം. കൊളോസ്യർ 2:14. അതിക്രമങ്ങൾ ഒക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. എന്താ? അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തും മായ്ച്ചു. ശ്രദ്ധിച്ച്, ആ കൈയെഴുത്ത് നമുക്ക് എങ്ങനെയായിരുന്നു? വിരോധവും പ്രതികൂലവും. ആ റിട്ടൺ ലോ നമുക്ക് എന്തായിരുന്നു? വിരോധവും പ്രതികൂലവും. കാരണം അത് ആർക്കും പാലിക്കാൻ പറ്റിയിട്ടില്ല. പാലിച്ചവൻ തന്നെ ക്രൂശിൽ തറയ്ക്കപ്പെട്ടു. അപ്പൊ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ആ നീക്കിക്കളഞ്ഞതിനെയാണ് അന്ന് പെസഹാൻ പറഞ്ഞ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. വിശ്വാസമില്ലാത്ത പ്രവൃത്തികളെ യേശു ക്രൂശിൽ വെച്ച് നീക്കം ചെയ്തു. ഇവരെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ സത്യത്തില് വിശ്വാസമില്ലാത്ത പ്രവൃത്തിയാണ്. ശ്രദ്ധിച്ചേ, ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിൽക്കുന്ന ഒരുവന് വിശ്വാസത്തിന്റെ ആവശ്യമില്ല. ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിൽക്കുന്നവന് വിശ്വാസത്തിന്റെ ആവശ്യം ഇല്ല. അതുകൊണ്ടാണ് ന്യായപ്രമാണത്തിന് കീഴിൽ നടക്കുന്ന സഭാ കൂട്ടായ്മയിലുള്ളവർക്ക് എന്തില്ലാത്തത്? അവർക്ക് വിശ്വാസത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. കാരണം അവരേതിലാ നിൽക്കുന്നത്? ന്യായപ്രമാണത്തിൽ തലത്തോട്ട് തിരിയുന്നു വെള്ളക്കൊപ്പായം തലയെ തൊപ്പി വടി അംശവടി അവർക്ക് ഭയങ്കര പ്രവൃത്തികളാണ്. അവർക്ക് അത് മതി. അവർക്ക് വിശ്വാസം വേണ്ട. അതുകൊണ്ടാണ് അവർക്ക് വിശ്വാസം ഇല്ലാത്തത്. ആർക്കെങ്കിലും വിശ്വാസം കിട്ടിയോ അവർ ന്യായപ്രമാണ പ്രവൃത്തിയെ ഉപേക്ഷിക്കും. കൈയടിച്ച് കത്താറുണ്ട്. അപ്പോ ശ്രദ്ധിച്ചേ, എത്ര ഭംഗിയായിട്ടാണ് ഈ സംഭവമൊക്കെ കർത്താവ് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് അല്ലേ? ന്യായപ്രമാണത്തിന് കീഴിൽ നിൽക്കുന്നവന് വിശ്വാസം ആവശ്യമില്ല. ന്യായപ്രമാണ പ്രവൃത്തി മാത്രമാണ് ന്യായപ്രമാണം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഗലാത്യർ 3:12 വായിച്ചേ.
ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്. ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്. അതുകൊണ്ടാണ് വിശ്വാസമുണ്ട്. എന്ത് വിശ്വാസം അല്ലേ? ഞങ്ങൾ ഈ പ്രവൃത്തിയും പെരുന്നാളൊക്കെ ആയിട്ട് അങ്ങ് പോയിക്കോളും. പ്രൈസ് ലോർഡ്. ഞങ്ങൾ ഈ നോമ്പൊക്കെ നോക്കി കർത്താവിനെ പ്രീതിപ്പെടുത്തിക്കോളും അല്ലേ? ഇറച്ചി, മീന്, മുട്ട. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. അദ്ദേഹം എന്തോ ഒരു ബിസിനസ് തുടങ്ങി, അതിന് എന്തോ ഒരു ചില പ്രശ്നങ്ങളൊക്കെ ശരിയാകുന്നില്ല. പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു, നോമ്പ് 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 എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ച കേട്ടെ മറ്റവരുടെ നോമ്പാണ്. അപ്പൊ ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞു, ഇന്ന് നമ്മുടെ നോമ്പ് മുടക്കി. ആരെയാ? ഈ പറഞ്ഞ പാർട്ടികളുടെ നോമ്പ് ന്യായപ്രമാണ പ്രവൃത്തി തുടങ്ങി. അതാണ് തടസ്സമായിട്ട് നിൽക്കുന്നത്. ഈ വചനം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ചെവിയുടെ ഈ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് പ്രയാസമുള്ള ആരോ ഇപ്പോൾ സൗഖ്യമാകുന്നുണ്ടോ? ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പെട്ടെന്ന് വാ തുറക്കും അടയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഭാഗത്തുണ്ടാകുന്ന ബുദ്ധിമുട്ട് യേശുവിന്റെ നാമത്തിൽ അഴിയുന്നു. സൗഖ്യമാകട്ടെ. ജീസസ്, യേശുവിൻ നാമത്തിൽ അഴിയട്ടെ, അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ച 3:12 ഗലാത്യ 3:12. ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്. ശ്രദ്ധിച്ചേ, നിങ്ങൾ ഇനി ജഡത്തിൽ ചിന്തിക്കരുത്, ആത്മാവിൽ നിങ്ങളെല്ലാം തിരിച്ചറിയണം, ചിന്തിക്കണം. അതിനാണ് ഈ സത്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത്. പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത്. പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. അത് ചെയ്യുന്നവന്റെ മേൽ വാഴുന്ന ജീവൻ അതിലൂടെ വരുന്ന ജീവനാണ്. ഏതിലൂടെ? ന്യായപ്രമാണം. ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിൽക്കുന്നവന് ജീവനുണ്ട്. ഹലോ, അവർക്ക് എന്തുണ്ട്? ജീവനുണ്ട്. പക്ഷെ ആ ജീവൻ അവരിലേക്ക് വരുന്നത് ന്യായപ്രമാണത്തിലൂടെ മാത്രമായിരിക്കും. അതുകൊണ്ടാണ് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി, അത്ഭുതങ്ങളൊക്കെ അവിടെ നടക്കും. ന്യായപ്രമാണത്തിന്റെ ശക്തി വെളിപ്പെടും. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് പിടുത്തം കിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. ഇത് പത്രോസ് പറഞ്ഞത് ലേവ്യരുടെ പുസ്തകം 18:5 വാക്യം എടുത്തിട്ടാ പറയുന്നത്. ലേവ്യർ 18:5 വായിച്ചേ. ആകയാൽ എന്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം, അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. ഞാൻ യഹോവ ആകുന്നു. യഹോവ പറഞ്ഞിരിക്കുകയാണ്, if a man do, അല്ലേ, ചെയ്യുക, he shall live in them. Praise the Lord. I am the Lord. ആകയാൽ എന്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കുക, ന്യായപ്രമാണത്തെ പ്രമാണിക്കുക, അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. അവർക്ക് ക്രിസ്തുവിന്റെ ജീവനല്ല കിട്ടുന്നത്. നിങ്ങൾക്ക് ഏത് ജീവനാൽ നയിക്കപ്പെടണോ? ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് ജീവൻ കിട്ടും. പക്ഷേ അത് 100% പെർഫെക്റ്റ് ആകണം. ഇല്ലെങ്കിൽ നിങ്ങൾ ശാപത്തിന് കീഴിലാകും. അവരൊറ്റ കാര്യത്തിലൂടെ ഈ ന്യായപ്രമാണം പാലിക്കാൻ ആഗ്രഹിച്ച സകലരും പരാജയപ്പെട്ടവരാണ്. ഇനിയും ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്ന സകലരും പരാജയപ്പെട്ടുകൊണ്ടിരിക്കും. യാക്കോബ് 2:10. ഞാനത് കുറച്ചുകൂടെ ലളിതമായി പണ്ടൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന വചനങ്ങളും വീണ്ടും ഞാൻ പറയുകയാണ്. നിങ്ങളത് ചിന്തിക്കൊന്നും വേണ്ട. നിങ്ങൾ അധികം വലിയ വളർച്ചയെത്തിയവരൊന്നും അല്ലാത്തവരായതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെയാണ് ആവശ്യം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യാക്കോബ് 2:10 വായിച്ചേ. ഒരുത്തൻ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു. ഒന്നിൽ തെറ്റിയാൽ, ന്യായപ്രമാണം മുഴുവൻ അനുസരിക്കുകയാണ്, അതിന് കീഴ്പ്പെട്ട് പോവുകയാണ്. ഒരെണ്ണത്തിൽ തെറ്റുമ്പോ എന്താ സംഭവിക്കുന്നത്? അവൻ സകലത്തിനും കുറ്റക്കാരനായി. അവൻ ശരിയാക്കിയ എല്ലാറ്റിന്റെയും മാർക്ക് പോകും. മനസ്സിലായോ? 100 ചോദ്യമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, ഒന്നാമത്തെ ടിക്ക് ശരി, 2 ശരി, 3 ശരി, 7 ശരി, 9ാമത്തെ തെറ്റിപ്പോയപ്പോ 1 തൊട്ട് 8 വരെയുള്ളൂ തെറ്റായി, തെറ്റിട്ടു, മാർക്ക് പോയി. 99 ശരി, 100ാമത്തെ തെറ്റിപ്പോയി, 99ഉം തെറ്റി. ഹലോ, ഇതാണ് ന്യായപ്രമാണ പാലകരുടെ അവസ്ഥ. അവർ തെറ്റിക്കൊണ്ടിരിക്കും, കയറും, തെറ്റിക്കൊണ്ടിരിക്കും, കയറും, തെറ്റിക്കൊണ്ടിരിക്കും. ഈ ചെളിയുള്ളൊരു മല കയറുന്ന പോലെ ചവിട്ടി ചവിട്ടി കാഭാഗത്തും താഴെ വീഴും, അല്ലെ? ഇങ്ങനെ നിരങ്ങി പോകുന്ന കണ്ടിട്ടില്ലേ? വീണ്ടും കയറും, ഒരുത്തനും മുകളിൽ കയറുകയില്ല. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? 2:10 ഒരിക്കൽ കൂടി വായിച്ചേ. ഒരുത്തൻ
ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു. പറഞ്ഞതിന്റെ അർത്ഥം ശിക്ഷ വിധിക്കപ്പെടാൻ ഒരൊറ്റ തെറ്റ് മതി എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ അവർ ശിക്ഷയ്ക്ക് കീഴിലും കൂടിയാ. തെറ്റാത്ത ഒരാളും ന്യായപ്രമാണത്തിനകത്തില്ല. ന്യായപ്രമാണം പാലിക്കാൻ ശ്രമിക്കുന്ന സകലരും അവരറിയാതെ ഒരു തരത്തിൽ ശാപത്തിന് കീഴിൽ നിലനിൽക്കുകയാണ്. ഗലാത്യ 3:10. ഗലാത്യ 3:10. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഒക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നു. Watch for the Lord under the curse. Praise the Lord. Praise the Lord. പ്രവൃത്തിയാൽ അല്ല നീതീകരണം, എന്നാൽ പ്രവൃത്തിയാൽ തന്നെയാണ് നീതീകരണം. പ്രവൃത്തിയാൽ അല്ല നീതീകരണം, എന്നാൽ പ്രവൃത്തിയാൽ തന്നെയാണ് നീതീകരണം. ആ നീതീകരണം വിശ്വാസത്തിന്റെ പ്രവൃത്തികളാണ്. വിശ്വാസമില്ലാത്ത പ്രവൃത്തിയെ നിങ്ങൾ കാണിക്കൂ, ഞാൻ വിശ്വാസമുള്ള പ്രവൃത്തിയെ കാണിക്കാം എന്ന് യാക്കോബ് തന്റെ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. ഗലാത്യർ 2:16. എന്നിരിക്കലും നിയമത്തിന്റെ അനുഷ്ഠാനത്തിലൂടെയല്ല യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നതെന്ന് നമുക്കറിയാം. ഒരുവൻ നീതീകരിക്കപ്പെടുന്നത് എന്ന് നമുക്ക് അറിയാം. പല സഭാ നേതാക്കന്മാർക്കും ഇതറിയില്ല കേട്ടോ. നമുക്കറിയാവുന്ന പൗലോസ് പറഞ്ഞത്, എന്നിരിക്കലും നിയമത്തിന്റെ അനുഷ്ഠാനത്തിലൂടെയല്ല യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നതെന്ന് നമുക്കറിയാം. നീതീകരിക്കപ്പെടാൻ വേണ്ടി പ്രവൃത്തികൾ ചെയ്യുന്ന സഭകളില്ലേ അല്ലേ? അടുത്തത്, അപ്പൊ നമുക്കറിയാം, പലർക്കും അറിയില്ല. നിയമാനുഷ്ഠാനം വഴിയല്ല, നിയമത്തിന്റെ അനുഷ്ഠാനം വഴിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നീതീകരിക്കപ്പെടേണ്ടതിനാണ് നാം തന്നെയും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത്. അപ്പൊ നമ്മൾ വിശ്വസിച്ചത് ന്യായപ്രമാണ പ്രവൃത്തികളിലൂടെ നീതീകരിക്കപ്പെടാനല്ല, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നീതീകരിക്കപ്പെടാനാണ് നാം യേശുവിനെ വിശ്വസിച്ചത്. എന്തെന്നാൽ നിയമാനുഷ്ഠാനം വഴി ഒരുവനും നീതീകരിക്കപ്പെടുകയില്ല. നിയമത്തിന്റെ അനുഷ്ഠാനങ്ങൾ വഴി ഒരുവനും എന്ത് ചെയ്യുന്നില്ല? നീതീകരിക്കപ്പെടുന്നില്ല. അപ്പൊ ഈ ന്യായപ്രമാണത്തിലെ കുറെ കാര്യങ്ങളുണ്ട്. അതില് അല്ലെ, പൗരോഹിത്യം ന്യായപ്രമാണ വിധി പ്രകാരം നൽകപ്പെട്ടതാണ്. അതിന്റെ ആചാരങ്ങൾ ഹെബ്രായർ 7:24 ഒന്ന് വായിച്ച്. ഹെബ്രായർ 7:24 POCയിൽ നിന്നൊന്ന് വായിച്ച്. ഹെബ്രായർ 7:24. യേശുവാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നത് കൊണ്ട് അവന്റെ പൗരോഹിത്യം കൈമാറപ്പെടുന്നില്ല. യേശുവിന്റെ പൗരോഹിത്യം എന്താകുന്നില്ല? കൈമാറപ്പെടുന്നില്ല. അപ്പം ആ തരത്തിലുള്ള അനുഷ്ഠാനങ്ങളുള്ള പൗരോഹിത്യം, നമുക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്ന, യാഗം അർപ്പിക്കുന്ന, ദൈവത്തിന് നന്ദി സ്തുതിയും പറയുന്ന രാജകീയ പൗരോഹിത്യമാണ് ലഭിച്ചിരിക്കുന്നത്. പഴയ ന്യായപ്രമാണ പ്രകാരമുള്ളതല്ല, ബലിയർപ്പിക്കുന്ന പൗരോഹിത്യമല്ല. ഒന്നുകൂടെ വായിച്ചു അതിന്റെ 7:24. യേശുവാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നത് കൊണ്ട് അവന്റെ പൗരോഹിത്യം കൈമാറപ്പെടുന്നില്ല. ഹെബ്രായർ 10:10 യാഗത്തെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്?
ആ ഹിതമനുസരിച്ച് യേശുക്രിസ്തുവിന്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടത് വഴി യേശുക്രിസ്തുവിന്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടത് വഴി നാം വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ ഒരൊറ്റ യാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടു. ഇനി ഒരു യാഗത്തിന്റെ ആവശ്യം ഇല്ല. അടുത്ത 11. പാപങ്ങൾ അകറ്റാൻ കഴിവില്ലാത്ത ബലികൾ ആവർത്തിച്ചർപ്പിച്ചതുകൊണ്ട് പാപങ്ങൾ അകറ്റാൻ കഴിവില്ലാത്ത ബലികൾ ആവർത്തിച്ചർപ്പിച്ചുകൊണ്ട് ഓരോ പുരോഹിതനും ഓരോ ദിവസവും ശുശ്രൂഷ ചെയ്യുന്നു. ഓരോ പുരോഹിതനും ഓരോ ദിവസവും ന്യായപ്രമാണ ബലി ചെയ്യുന്നു. അടുത്തത്. എന്നാൽ അവനാകട്ടെ പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായുള്ള ഏകബലി എന്നാൽ യേശു ആകട്ടെ പാപങ്ങൾക്ക് പരിഹാരമായി എന്നേക്കുമായുള്ള ഏകബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. ഏകബലി അർപ്പിച്ചു കഴിഞ്ഞു. എല്ലാരും പറഞ്ഞ് ഏകബലി. എന്നിട്ട് പറഞ്ഞ് ഇനിയൊരു ബലിയില്ല. അടുത്ത വായിച്ചേ. ശത്രുക്കളെ തന്റെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു. 14. വിശദീകരിക്കപ്പെട്ടവരെ അവൻ ഏകബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു. എന്നേക്കുമായി ആ ഏകബലിയാൽ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കുന്നു. ഇനിയൊരു ബലിയുടെ ആവശ്യമില്ല. എന്നേക്കുമായി പരിപൂർണമാക്കിയ ഏകബലി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ന്യായപ്രമാണ ബലിയുടെ ആവശ്യം ഇല്ല. അതുപോലെ ഈ മൂടുപടത്തെ കുറിച്ച് പലർക്കും തെറ്റിദ്ധാരണകളുണ്ട്. 1 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായത്തിൽ ആണ് ഈ മൂടുപടത്തെ കുറിച്ച് തൊട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 11-ന്റെ അവസാന ഭാഗം, ആദ്യ ഭാഗമൊക്കെ നിങ്ങൾ വായിച്ചോളുക. തലയിൽ തുണിയിടുന്ന കാര്യത്തെ കുറിച്ചൊക്കെ പറയുന്നു. ഒക്കെ ന്യായപ്രമാണത്തിൽ ആ ഭാഗങ്ങളുണ്ട്. എന്നിട്ട് 13 വായിച്ചേ. നിങ്ങൾ തന്നെ വിധിപ്പിൻ. 1 കൊരിന്ത്യർ 11:13. നിങ്ങൾ തന്നെ വിധിപ്പിൻ. സ്ത്രീ മൂടുപടം ഇടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് യോഗ്യമോ? ചോദിക്കുക. സ്ത്രീ മൂടുപടമിടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് യോഗ്യമോ? ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്നിട്ട് അതിന്റെ 15 വായിച്ചേ. സ്ത്രീ മുടി നീട്ടിയാലോ അത് മൂടുപടത്തിന് പകരം നൽകിയിരിക്കൊണ്ട് അവൾക്ക് മാനമാകുന്നു എന്നും പ്രകൃതി തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നില്ലയോ? എന്താ നിങ്ങൾക്ക് മനസ്സിലായേ? നിങ്ങൾ വിധിപ്പിൻ. 11-ാം അധ്യായത്തിൽ ന്യായപ്രമാണത്തിൽ ഇതില്ലാതെ പറ്റില്ല എന്ന കാര്യം പൗലോസ് പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ വിധിക്കുക. സ്ത്രീ മൂടുപടമിടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് യോഗ്യമാണോ? എന്നിട്ട് പറയുകയാണ്, സ്ത്രീ മുടി നീട്ടിയാലോ അത് മൂടുപടത്തിന് പകരം നൽകിയിരിക്കൊണ്ട് അവൾക്ക് മാനമാകുന്നു എന്ന് പ്രകൃതി തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നില്ലയോ? എന്താ പറഞ്ഞ അർത്ഥം? മൂടുപടത്തിന് പകരമാണ് എന്ത്? മുടി. മൂടുപടത്തിന് പകരമാണ് എന്ത്? മുടി നൽകിയിരിക്കുന്നത്. പൗലോസ് എന്താ പറയുന്നത്? നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ പുറകെ പോകരുതേ. ഇതിന്റെ 16-ാം വാക്യം. ഈ കാര്യത്തിൽ ഒരുത്തൻ തർക്കിപ്പാൻ ഭാവിച്ചാൽ അങ്ങനെയുള്ള മര്യാദ ഞങ്ങൾക്കില്ല, ദൈവസഭകൾക്കുമില്ല എന്ന് ഓർക്കട്ടെ. ഈ കാര്യത്തിൽ നിങ്ങൾ തർക്കമൊന്നും വേണ്ട. മൂടുപടത്തിന്റെ കാര്യത്തിൽ മുടിയുണ്ടോ? കർത്താവ് അത് മൂടുപടമായിട്ട് കാണും. 1. 2, എന്താണ് മൂടുപടം? മൂടുപടം എന്ന് പറഞ്ഞാൽ മുഖവും തലയും മറഞ്ഞിരിക്കുന്നതാണ്. എന്ത്? ഈ മുസ്ലിംസിന്റെ കണ്ടില്ലേ, ഇന്നലെ TV-യിൽ വാർത്ത, പഴയൊരു കേസ് കേട്ട ഒരു വാതിൽ വന്ന് രാത്രി കോളിംബെൽ അടിച്ചപ്പോൾ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഫുൾ മൂടുപടം, കറുത്ത തുണി ഇട്ടൊരെണ്ണം, മുഖത്തുമൊക്കെ കാണത്തില്ലായിരുന്നു. അവസാനം കന്നാസ് വീടിനുള്ളിലേക്ക് ഒഴിച്ച് തീ കൊളുത്താൻ നോക്കിയപ്പോൾ അത് തട്ടിത്തെറിപ്പിച്ചു. മൂടുപടം വലിച്ചു കീറി നോക്കിയപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ മൂടുപടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തലയിലിടുന്ന കർച്ചീഫല്ല, ഷാളല്ല, സാരി തുമ്പല്ല. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ മെനയായിട്ട് ചെയ്യണം. തല മുഴുവൻ മൂടിയേച്ചു വേണം നിങ്ങളുടെ സഭയിൽ പോകാൻ. ന്യായപ്രമാണത്തിൽ നിന്നുള്ള ജീവൻ നിങ്ങൾക്ക് പ്രാപിക്കാം. ഒരു ഹല്ലേലൂയ പറഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട്, 100% നിങ്ങൾ പാലിച്ചെങ്കിലേ ജീവൻ കിട്ടുള്ളൂ. ഇത് 2 പണിയും കൂടെ നടക്കിയാൽ, ഈ 2 ഉപദേശം കൂടെ, അപ്പച്ചന്മാരുടെ ഉപദേശം എന്നും പറഞ്ഞുകൊണ്ട് തലയിൽ തുണിയിട്ടെന്ന് പറഞ്ഞ് കഷ്ണം ഇട്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല. തലയും മുഖവും കൂടെ മറച്ചോണം. മൂടുപടത്തിന് പകരം സ്ത്രീക്ക് മുടി നൽകിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ ആരെങ്കിലും തർക്കിക്കാൻ ഭാവിച്ചാൽ ഞങ്ങൾക്കോ ദൈവസഭയ്ക്കോ ഇക്കാര്യത്തിൽ ഇനിയൊന്നും പറയാനില്ല.
പൗലോസ് തീർപ്പ് കൽപ്പിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. 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 അപ്പൊ ഇത് ന്യായപ്രമാണത്തിന്റെ ഒരു ഉപദേശമാണ്. ഈ ചർച്ചിൽ വരുമ്പോ തുണി ഇടണ്ട, ആ ചർച്ചിൽ പോകുമ്പോ തലയുടെ തുമ്പെടുത്ത് തലയിലിടുന്നു. നാണം കെട്ട പരിപാടി എന്തിനാ നിങ്ങൾ ചെയ്യുന്നത്? നോമ്പ് അല്ലേ? നോമ്പോട്ടം ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാ. 1 തിമോത്തി 4:1 POC എന്നെടുത്ത് വായിച്ചോ. 1 തിമോത്തി 4:1. വരും കാലങ്ങളിൽ ചിലർ കപടാത്മാക്കളാലും പിശാചിന്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധ അർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു. ഒന്നുകൂടെ വായിച്ചേ. വരും കാലങ്ങളിൽ എന്ന് പറഞ്ഞ അവസാന നാളിൽ ചിലർ കപടാത്മാക്കളിലും പിശാചിന്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധ അർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു. മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയ നുണയന്മാരുടെ കാപട്യമാണ് ഇതിന് കാരണം. മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയി നുണയാണ് അവരിൽ ഇരിക്കുന്നത്. അവരുടെ കപടതയാണ് ഇതിന് കാരണം. അവർ വിവാഹം പാടില്ലെന്ന് പറയും. വിവാഹം പാടില്ലാതെ വേണം ഈ സഭയെ ശുശ്രൂഷിക്കാൻ എന്ന് പറയും. ചില ഭക്ഷണ സാധനങ്ങൾ എന്നിട്ട് സകല കുരുത്തക്കേട് ഒപ്പിക്കുകയും ചെയ്യും. കല്യാണം കഴിക്കാൻ പാടില്ലെന്ന് പറയും, സകല കുരുത്തക്കേട് ഒപ്പിക്കും. സകല ദുർബലകളുടെ അടുത്തും പോയി പാപം ചെയ്തു കൂട്ടും. വിവാഹം പാടില്ലെന്ന് പറയുകയും ചില ഭക്ഷണ സാധനങ്ങൾ വർജിക്കണമെന്ന് ശാസിക്കുകയും ചെയ്യുന്നു. ചില ഭക്ഷണ പദാർത്ഥങ്ങൾ വർജിക്കണമെന്ന് ശാസിക്കുന്നു. 25 ദിവസത്തേക്ക് നിങ്ങൾ ഇറച്ചിയും മീനും മുട്ടയും ഒഴിവാക്കരുത്. ഇനി ഇറച്ചിയാണെങ്കിൽ ഇറച്ചി മാത്രം, പാലാണെങ്കിൽ പാല് മാത്രം, മുട്ട മാത്രമാണെങ്കിൽ വർജിക്കണമെന്ന് വർജനയുടെ ഉപദേശം. ഭക്ഷണ പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങൾ. അടുത്തത്, ഈ ഭക്ഷണ സാധനങ്ങളാകട്ടെ വിശ്വസിക്കുകയും സത്യമറിയുകയും ചെയ്യുന്നവൻ, ഈ ഫുഡ് വിശ്വസിക്കുകയും സത്യമറിയുകയും ചെയ്യുന്നവർ കൃതജ്ഞതാപൂർവം ആസ്വദിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ്. കൃതജ്ഞതയോടെ സന്തോഷത്തോടെ നന്ദി പറഞ്ഞ് ഭക്ഷിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ്. ഇതിന് പ്രമാണമൊന്നും ഉണ്ടാക്കേണ്ടത്, ന്യായ പ്രമാണമൊന്നും ഇതിനുണ്ടാക്കണ്ട, കൽപ്പനകളൊന്നും പുറപ്പെടുവിക്കണ്ട. സഭയുടെ കൽപ്പന, തിരുസഭയുടെ കൽപ്പന എന്നൊന്നും പറഞ്ഞ് നീ ഉണ്ടാക്കാൻ നിൽക്കണ്ട. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിലൂടെയാണ് നിങ്ങളുടെ മേൽ ജീവൻ വരിക. ഹല്ലേലൂയ. അപ്പൊ എന്തിനാണ് ന്യായപ്രമാണം നൽകപ്പെട്ടത്? ഗലാത്യർ 3:19 വായിച്ചേ. നൽകപ്പെട്ടു. ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അതു ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും. അപ്പൊ ന്യായപ്രമാണം എന്തിന്? വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നതുവരെ, സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും പാപങ്ങൾ നിമിത്തം കൂട്ടിച്ചേർക്കപ്പെട്ടതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. അത് POC എന്നൊന്ന് വായിച്ച ഗലാത്യർ 3:19. വാഗ്ദാനം സിദ്ധിച്ചവന് ആർക്കാ വാഗ്ദാനം കിട്ടിയത്? അബ്രഹാമിന്. വാഗ്ദാനം സിദ്ധിച്ചവനോട് പറഞ്ഞു, നിനക്ക് സന്തതിയെ തരും. ആ സന്തതി ആരാണ്? ക്രിസ്തു. ഇസഹാക്കല്ല, ക്രിസ്തു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശ്രദ്ധിച്ച്, വാഗ്ദാന സന്തതി ആരാ? ക്രിസ്തു. ഇസഹാക്ക് ഒരു നിഴല. വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കും. ഇല്ലെങ്കിൽ പിന്നെ അബ്രഹാമിന് ഇസഹാക്കിനെ ലഭിക്കുന്നത് വരെ നിയമം നൽകപ്പെട്ടു, ന്യായപ്രമാണം നൽകപ്പെട്ടു എന്ന് പറയേണ്ടി വരും, അല്ലെ? അങ്ങനെയല്ലല്ലോ. അപ്പൊ വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നത് വരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു. പാപങ്ങൾ നിമിത്തം എന്ത് നൽകപ്പെട്ടു? നിയമം നൽകപ്പെട്ടു. ദേവദൂതന്മാർ വഴി ഒരു മധ്യവർത്തിയിലൂടെ അത് വിളംബരം ചെയ്യപ്പെട്ടു. ആരാണ് മധ്യവർത്തി? ദേവദൂതന്മാരിലൂടെ ഈ ന്യായപ്രമാണം നൽകപ്പെട്ടു. ഒരു മധ്യവർത്തിയിലൂടെ. ആരാ മധ്യവർത്തി? മോശ. ന്യായപ്രമാണം ആരിലൂടെ വന്നു? മോശയിലൂടെ. ഹലോ,
ആരോ വെളിവില്ലാതിരിപ്പുണ്ട്, തലക്കകത്തൊന്നും കയറുന്നില്ലെന്ന പരിശുദ്ധാത്മാവ് പറഞ്ഞത്. ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ, ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി യേശുവേ. തലയ്ക്കകത്ത് ഉള്ളത്തിൽ കയറട്ടെ, ആത്മാവിൽ കയറട്ടെ, ജീവൻ തുടിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. അപ്പൊ പാപങ്ങൾ നിമിത്തം വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നത് വരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു. ദൈവദൂതന്മാർ വഴി ഒരു മധ്യവർത്തിയിലൂടെ അത് വിളംബരം ചെയ്യപ്പെട്ടു. വാഗ്ദാനം സിദ്ധിച്ചത് അബ്രഹാമിന്, വാഗ്ദാനം സിദ്ധിച്ചത് അബ്രഹാമിന്റെ സന്തതികൾക്ക്. അബ്രഹാമിന്റെ സന്തതികൾക്ക് ഈ വാഗ്ദാനം ലഭിച്ചത്, ഈ ന്യായപ്രമാണം ലഭിച്ചത് എപ്പ വരെ? സന്തതി വരുന്നത് വരെ. ആരാ വാഗ്ദാന സന്തതി? അപ്പോ ക്രിസ്തു. അതിന് കൃത്യമായിട്ടുണ്ട്, ആ സന്തതി ക്രിസ്തുവാണെന്ന് കൃത്യമായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോയി സമയം കളയുന്നില്ല. ഗലാത്യ 3:16 കൂടി ഒന്ന് വായിച്ച്. 3:16. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, സന്തതികൾക്കും എന്ന അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ചത്രേ. നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ചത്രേ പറയുന്നത്. അത് ക്രിസ്തു തന്നെ. അതാരാണ്? ക്രിസ്തു തന്നെ. അപ്പൊ ആ സംശയം തീർന്നല്ലോ. വാഗ്ദാന സന്തതി ആരാ? ക്രിസ്തു. ക്രിസ്തു. ഇനി ഗലാത്യ 3:23. വിശ്വാസം വരും മുമ്പേ നമ്മിൽ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന്റെ കീഴിൽ അടച്ചു സൂക്ഷിച്ചിരുന്നു. സത്യവേദ പുസ്തകത്തിലാണ് ഇപ്പൊ വായിക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. വിശ്വാസം വരും മുമ്പേ. ഹലോ, എന്തു വരും മുമ്പേ? വിശ്വാസം വരും മുമ്പേ നമ്മിൽ വിശ്വാസം വെളിപ്പെടുന്നതിന് വേണ്ടി ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ചു സൂക്ഷിച്ചു. അപ്പൊ ന്യായപ്രമാണത്തിന് കീഴിൽ സത്യത്തിൽ ഇവരെല്ലാവരും എന്നുവരെയായിരുന്നു? വിശ്വാസം വരുന്നത് വരെ, അഥവാ ക്രിസ്തു വരുന്നത് വരെ. അപ്പൊ വിശ്വാസത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ് ന്യായപ്രമാണത്തിന് കീഴിൽ അവരുണ്ടായിരുന്നത്. അവരെ അടച്ചു സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ക്രിസ്തുവിൽ ഇന്നും വരാത്തവർ ഏതിന്റെ കീഴിലാ? ന്യായപ്രമാണത്തിന്റെ കീഴിൽ അടഞ്ഞു കിടക്കുക. അവരുടെ കണ്ണ് തുറക്കിയല്ല. കൃപയാൽ നിങ്ങൾ പോയി സത്യസുവിശേഷത്താൽ അവരുടെ ഉൾക്കണ്ണുകളെ തുറക്കുക. ന്യായപ്രമാണത്തിൽ അടയപ്പെട്ട് കിടക്കുന്നവർക്ക് ആത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പോയി ആ ബന്ധനം തകർക്കുക. ആ വാതിൽ തുറന്ന് അവരെ ക്രിസ്തുവിലേക്ക് നിങ്ങൾ നടത്തുക. 3:24. ഗലാത്യ 3:24. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. അപ്പൊ ശിശുപാലകന്റെ ഉദ്ദേശം എന്തായിരുന്നു? നമ്മളെ വിശ്വാസത്താൽ നീതീകരണത്തിലേക്ക് നടത്തണം. ഒരിക്കൽ കൂടി വായിച്ചേ. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക്. ന്യായപ്രമാണത്തിന്റെ റോള് പറയുകയാണ്. ന്യായപ്രമാണത്തിന്റെ റോൾ എന്തായിരുന്നു? ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നമ്മെ നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. അപ്പൊ ന്യായപ്രമാണത്തിന്റെ പേരിട്ടിരിക്കുന്ന ശിശുപാലകൻ. ശിശുപാലകന്റെ ഡ്യൂട്ടി എന്താണ്? ഒറിജിനൽ അപ്പന്റെ അടുത്തേക്ക് നടത്തുക. ശിശുപാലകന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നിയമപരമായി അവകാശിയാകുന്നതുവരെ, പുത്രനാകാൻ പ്രായമാകുന്നതുവരെ, വിശ്വസിക്കാൻ സാധിക്കുന്നതുവരെ ഈ മക്കളെ പരിപാലിക്കുവാൻ ആക്കി വെച്ചിരിക്കുന്ന ദാസനാണ് ശിശുപാലകൻ. ന്യായപ്രമാണം. ന്യായപ്രമാണത്തിന്റെ ഡ്യൂട്ടി ക്രിസ്തുവിലേക്ക് നടത്തുക എന്നതാണ്. അവകാശിയാകാൻ പ്രായമാകുന്നതുവരെ, അഥവാ വിശ്വാസത്താലാണ് ഒരുവൻ അവകാശിയാകുന്നത്.
ന്യായപ്രമാണത്തിന് കീഴിൽ കിടക്കുന്നവരെല്ലാം വളർച്ചയെത്താത്തവരാണ്. മൂന്നിന്റെ 25. വിശ്വാസം വന്ന ശേഷമോ, ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട ശേഷമോ, നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല, നാം ഇനി ആ മാസ്റ്ററുടെ കീഴിലല്ല, ആ ബോർഡിംഗ് സ്കൂളിന്റെ അധികാരത്തിന് കീഴിലല്ല. ക്രിസ്തു യേശു ഗൾഫിലായിരുന്ന മക്കളെ ഊട്ടിയിലെ ബോർഡിങ്ങിൽ കൊണ്ടുപോയി നിർത്തി. ഇപ്പോ മാതാപിതാക്കൾക്ക് തിരിച്ചേൽപ്പിച്ചു. അപ്പൊ വിശ്വാസം വന്ന ശേഷമോ, നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല, ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ. പിന്നെ ആരുടെ കീഴിലാണ്? ക്രിസ്തു യേശുവിലുള്ള അപ്പന്റെ കീഴിൽ. യേശു വന്നതോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടതോടുകൂടെ ന്യായപ്രമാണത്തിന്റെ സകല പ്രവൃത്തികളുടെ കീഴിൽ നിന്നും നാം സ്വതന്ത്രരാക്കപ്പെട്ടു. നിങ്ങൾ ഇനി ന്യായപ്രമാണ പ്രവൃത്തിയുടെ കൂട്ടായ്മയിൽ പോയി അത് ചെയ്തുകൊണ്ടിരിക്കേണ്ടവരല്ല. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു നിങ്ങളിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ, വിശ്വാസം വന്നു കഴിഞ്ഞാൽ, ന്യായപ്രമാണം നിങ്ങളെ ക്രിസ്തുവിലേക്ക് വിട്ടിരിക്കുകയാണ്. നിങ്ങൾ വീണ്ടും തിരിച്ച് അതിന്റെ അടിമത്വത്തിലേക്ക് പോകരുത്. ഇപ്പോൾ നിങ്ങൾ വിശ്വാസത്തിന് കീഴിലാണ്. വിശ്വാസം നിങ്ങളിൽ വന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ആധിപത്യത്തിന് കീഴിലാണ് നിങ്ങൾ. ന്യായപ്രമാണത്തിന് നിങ്ങളുടെ മേൽ ഒരു കാര്യവുമില്ല. ന്യായപ്രമാണ പ്രവൃത്തികൾക്കും നിങ്ങളുടെ മേൽ ഒരു കാര്യവുമില്ല. ഗലാത്യ 3:26. നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല, നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല, ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ അപ്പന്റെ മക്കളായി തീർന്നിരിക്കുന്നു. ശിശുപാലകന്റെ പിള്ളേരൊന്നുമല്ല. അതുകൊണ്ട് തിരിഞ്ഞു പോയവരോട് ഗലാത്യ 4:19. എന്റെ കുഞ്ഞുമക്കളെ വായിച്ചേ. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം, ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ മീറ്റുന്നോ അനുഭവിക്കുന്നു, പ്രസവ വേദന അനുഭവിക്കുന്നു. ന്യായപ്രമാണത്തിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തു വരാൻ, അസത്യത്തെ സ്നേഹിക്കാതെ, ദുരുപദേശങ്ങളുടെ പിടിയിൽപ്പെടാതെ, ക്രിസ്തു നിങ്ങളിൽ ഒന്ന് വളരാൻ, രൂപാന്തരം പ്രാപിപ്പാൻ ഞാൻ പ്രസവ വേദന അനുഭവിക്കുന്നു. അടുത്ത ഇവരുടെ പ്രശ്നമാണ്, 4ാമത്തെ പ്രശ്നമാണ്, ആദ്യ പാഠങ്ങളിലേക്ക് ഇവർ തിരിഞ്ഞുപോയി. ഗലാത്യ 4:8. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്ത പലതിനും അന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ അടിമപ്പെട്ടിരുന്നു. അല്ലേ? വിശുദ്ധര്, മറിയം, അല്ലേ? വസ്തു എടുത്തു വെച്ച ആരാധന, എന്തെല്ലാം കാര്യങ്ങൾക്ക് അടിമപ്പെട്ടു. ദൈവമല്ലാത്ത പലതിനും, അല്ലേ? മറിയം ദൈവമാണോ? അല്ല. സഹരക്ഷക, ഏകരക്ഷകൻ, രക്ഷക എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പൊ ഇതൊക്കെ എപ്പോഴുള്ള അവസ്ഥയാണ്? ദൈവത്തെ അറിയാതിരിക്കുന്ന സമയത്തുള്ള അവസ്ഥയാണ്. POC പറയുന്നത് ദൈവമല്ലാത്തവയെ നിങ്ങൾ സേവിച്ചു എന്ന്. അപ്പൊ ദൈവങ്ങളല്ലാത്തവർക്ക് നിങ്ങൾ അടിമ വെക്കരുത് കേട്ടോ. അടിമ വെക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് പ്രധാനമായിട്ട്, അല്ലേ? അടിമ വെക്കുക, പിള്ളേരെ കൊണ്ട് അടിമ വെക്കുക, അടിക്കുക. ദൈവം അല്ലാത്തവയ്ക്ക് അടിമയാക്കുക. വിശുദ്ധര്, അല്ലേ? ആൾദൈവങ്ങൾ, വിഗ്രഹങ്ങൾ, സ്തംഭങ്ങൾ, അല്ലെ? പ്രപഞ്ചശക്തികൾ, പലരും പല രീതിയിലാണ്. ഈ കൂട്ടരെ നോക്കിയാൽ ഇവർ വചനപ്രകാരം ഒന്നും ജീവിക്കുന്നതല്ല. പക്ഷെ മതാചാരങ്ങൾ അനുസരിച്ചാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. മതാചാരങ്ങളൊക്കെ ഉണ്ട്, പെരുന്നാള്, ബലി, ഇത് കുമ്പസാരം ഒക്കെയുണ്ട്. അതുകൊണ്ട് അവർ സ്വയം ഭക്തരാണെന്നും നീതീകരിക്കപ്പെട്ടവരാണെന്നും അവർ തന്നെ ചിന്തിക്കുന്നു. ഇങ്ങനെയുള്ള വിശ്വാസികളും ഉണ്ട്. ന്യായപ്രമാണത്തിലേക്ക് തിരിച്ചു പോയിട്ട് ഞങ്ങൾ ഇപ്പോഴും ഭക്തരാണ്, ഞങ്ങൾ നീതീകരിക്കപ്പെട്ടവരാണെന്ന് ചിന്തിക്കുകയാണ്. അവർക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് കണ്ണുകൾ തുറന്ന് കാണാൻ പറ്റുകയുള്ളൂ.
4:9 POC ഒന്ന് വായിച്ച് 4:9. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, അതിലുപരി ദൈവം നിങ്ങളെ അറിയുന്നു. അതിലുപരി ദൈവം നിങ്ങളെ അറിയുന്നു. ആകയാൽ ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ ആ പ്രപഞ്ച ശക്തികളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു പോകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? വീണ്ടും എങ്ങനെ തിരിച്ചു പോകാൻ സാധിക്കും? ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായതിന്റെ പുറകെ പോകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? ചിലർ പറയാറുണ്ട്, എൻ്റെ വീട്ടിലുള്ളവർ അനുകൂലമല്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. എന്തൊരു കഷ്ടമാണ്, അവർക്ക് തിരിച്ചറിവ് കിട്ടുന്നില്ല. നിങ്ങൾ കർത്താവിന്റെ വചനത്തിൽ ഉറച്ചു നിൽപ്പീൻ. വലിയ സഹനങ്ങളിലൂടെ കടന്നുപോയ വിശുദ്ധരെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കും. സാക്ഷികളുടെ ഒരു കൂട്ടം നമ്മുടെ ചുറ്റുമുണ്ട്. നിങ്ങൾ അടിമകളായിട്ടിരിക്കാനുള്ളവരല്ല, ക്രിസ്തു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നു. അത് അനുഭവിപ്പീൻ. ഏതെങ്കിലും വസ്തുക്കളാൽ, വ്യക്തികളാൽ, സാഹചര്യങ്ങളാൽ, പാരമ്പര്യങ്ങളാൽ, മതത്തിന്റെ നേതാക്കന്മാരുടെ കീഴിൽ നിങ്ങൾ തളയ്ക്കപ്പെട്ടു പോകരുത്. പ്രപഞ്ച ശക്തികളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു പോകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? എന്നിട്ട് പറയുകയാണ്, എന്ത് ഒരാശ്ചര്യചിഹ്നം! ഒരിക്കൽ കൂടി അവയുടെ സേവകരാകാൻ നിങ്ങൾ ഇച്ഛിക്കുന്നുവോ? വീണ്ടും ജനിക്കപ്പെട്ട പലരും ഇങ്ങനെ പല കാര്യങ്ങളും തീരുമാനിക്കാറുണ്ട്. ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി പോകാൻ, ഒരിക്കൽ ഒരു വട്ടം. എടാ, എത്ര ഒരിക്കലായി ഇങ്ങനെ? 4:10 നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ആചരിക്കുന്നത് പോലും. ദിവസത്തിന്റെ ആചരണം അല്ലെ? ഇന്ന് ചൊവ്വാഴ്ചയാണ്, ഇന്ന് വെള്ളിയാഴ്ചയാണ്. എൻ്റെ ഈ വെള്ളിയാഴ്ചക്ക് തന്നെ എത്ര വലിയ പ്രത്യേകത! എല്ലാ ദിവസവും ഒരുപോലെയല്ലേ? ഈ മാസം പ്രത്യേക മാസമാണ്, ദൈവത്തിന്റെ മാസം അല്ലേ? പുണ്യമാസം. ഈ കാലം കലികാലം അല്ലാതെ എന്താ പറയാ? കാലങ്ങളുടെ ആചരണം, ആണ്ടുകൾ, ആണ്ട് നേർച്ച അല്ലേ? ആണ്ടാചരണം. ഒക്ടോബർ 8 മരിച്ചത്. ആണ്ടാചരിക്കുക, പ്രമാണിക്കുക. ഡേയ്സിന് പ്രത്യേകത, മന്ത്സിന് പ്രത്യേകത, ടൈമിന് പ്രത്യേകത. ടൈം അല്ലേ? 10:30 കൃത്യം ആരംഭിക്കണം. ഏതാ? പ്രാർത്ഥനയുടെ കാര്യമല്ല പറഞ്ഞത്. ഏതാ? ആ വീടിന്റെ പ്രതിഷ്ഠ മുഹൂർത്തം. ടൈം നോട്ടം അല്ലേ? വർഷനോട്ടം. സമയം നോട്ടം. എന്നിട്ട് 4:11 നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചത് വ്യർത്ഥാവിലായോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. I am afraid of you. ഞാൻ നിങ്ങളെ ഓർത്ത് ഭയപ്പെടുന്നു. നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വ്യർത്ഥമായോ വെറുതെയായോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇത് പൗലോസ് പറയുക. നിങ്ങളെ വീണ്ടും ജന്നത്തിലേക്ക് നടത്തിയത് വെറുതെയായി പോയോ? ഏതെല്ലാം കാര്യങ്ങളിലൂടെ ഗലാത്യ സഭ പിന്തിരിഞ്ഞു പോകുന്നതെന്ന് നോക്കി. ഡിസംബർ 25 അല്ലെ? ഡേയ്സ്. ഇഷ്ടാർ ദേവിയുടെ ജന്മദിനം. സൂര്യദേവന്റെ ആചാരം, അപ്പത്തെ എടുത്ത് ആരാധിക്കുന്നു. ഇനി ഇവരിലുള്ള വേറെ ഒന്ന് കപടതയാണ്. പുറമേ ഒന്ന്, അകത്ത് വേറെ ഒന്ന്. കപടത കാണിക്കുക, സാഹചര്യം അനുസരിച്ച് കപട സ്വഭാവം കാണിക്കുക. ഗലാത്യ 2:13. ശേഷം ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ? ഇങ്ങനത്തത് നിങ്ങളുടെ ഇടയിൽ ഇനി കയറി വരരുത്. നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞ് അതിനെ പുറത്താക്കി കർത്താവിൽ നിൽക്കുക. അതിനുവേണ്ടിയാണ്. ശേഷം യഹൂദന്മാരും അവനോടുകൂടെ കപടം കാണിച്ചതുകൊണ്ട് ബർന്നബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോകുവാൻ ഇടവന്നു. കപടത കാണിച്ചാൽ പലർക്കും ഇടർച്ച വരാൻ സാധ്യതയുണ്ട്. ചിലരുടെ കപടത ചിലരെ അശുദ്ധിയിലേക്കും പാപത്തിലേക്കും നയിക്കും.
കപടത മൂലം അവരുടെ മാത്രമല്ല മറ്റു പലരുടെയും കൃപ നഷ്ടപ്പെടും. ഈ കപടത പ്രവേശിക്കുന്നത് എങ്ങനെയാണ്? 2:4 നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തു യേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരുന്നു. അപ്പൊ നുഴഞ്ഞു വരുന്നതൊക്കെ നമ്മൾ സൂക്ഷിക്കണം. യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഈ കപടത നമ്മുടെ ജീവിതത്തിലേക്ക് കയറുന്നത്. പണത്തിനു വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും നുഴഞ്ഞു വരുന്ന ഒരുപാട് പേരുണ്ട്. കർത്താവിനെ വിറ്റ് കാശാക്കുന്നവരുണ്ട്. ശുശ്രൂഷകന്മാരെപ്പോഴും വളരെ ശ്രദ്ധിക്കണം, കെയറായിരിക്കണം. അലക്ഷ്യമായി തങ്ങളുടെ ജീവിതത്തെ ശുശ്രൂഷകളെ ഉപയോഗിച്ചതിൻ്റെ പേരിൽ കൃപ നഷ്ടപ്പെട്ട ഒരുപാട് ജീവിതങ്ങളുണ്ട്. ലൈവായിട്ടൊക്കെ വന്ന് കണ്ട വായി തോന്നുന്നതൊക്കെ വചനത്തിന് വിരുദ്ധമായത് വിളിച്ചു പറഞ്ഞ് ചെയ്യിച്ചതൊക്കെ പുറമെ ഇങ്ങനെ ലൈവായിട്ടൊക്കെ കണ്ടിട്ട് എത്ര ക്രിസ്തീയ വിശ്വാസികൾ തെറ്റിപ്പോകുന്നു എന്നറിയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത്ര വലിയ രക്ഷയാണ് അവൻ നമുക്ക് തന്നത്. അത് ഗണ്യമാക്കാതെ നമ്മൾ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയുമെന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്. ഒരു മെസ്സേജായിട്ട് ആത്മാവ് ചോദിക്കുകയാണ് കേട്ടോ. ഇത്ര വലിയ രക്ഷയെ ആരെങ്കിലും ഗണ്യമാക്കാതെ പോയാൽ അവരെങ്ങനെ ന്യായവിധിയിൽ നിന്നും തെറ്റിയൊഴിയും? ഗലാത്യ സഭയെ, പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർത്ത് കരയുന്നു. നിങ്ങളെ നടത്തുന്നവർ കരയാൻ, വേദനിക്കാൻ നിങ്ങൾ ഇട കൊടുക്കരുത്. അത് നന്നല്ല. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രസവ വേദന അനുഭവിക്കുന്നു. നിങ്ങളിൽ വന്നിരിക്കുന്ന ക്രിസ്തു മുഴുവൻ ഭരണവും നിങ്ങളിൽ ഏറ്റെടുത്ത് നിങ്ങൾ ക്രിസ്തുവിലുള്ള ജീവിതം നയിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ആത്മാവിൽ നടത്തപ്പെട്ട് ദൈവത്തിൻ്റെ മകൻ്റെയും മകളുടെയും അവകാശം പ്രാപിക്കുവോളം നിങ്ങളെ നടത്തുന്ന പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രസവ വേദന അനുഭവിക്കുന്നു. എന്തിനാണ് സൈമൺ ബ്രദർ നിങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുന്നത്? ക്രിസ്തു നിന്നിൽ ഉരുവാകാത്തത് കൊണ്ടത്രേ, ക്രിസ്തു നിന്നിൽ വെളിപ്പെടാത്തത് കൊണ്ടത്രേ ഇപ്രകാരം ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. പ്രാർത്ഥിച്ചോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അത് ഒരു കാര്യത്തിനു വേണ്ടി മാത്രമാണ്. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അതിനു വേണ്ടി മാത്രമാണ്. ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവസന്നിധിയിൽ ഈ ശബ്ദം കേൾക്കുന്നവർ, യൂട്യൂബിൽ ഈ വചനം കേൾക്കുന്നവർ ഏൽപ്പിച്ചു കൊടുക്കുക. ക്രിസ്തു നിന്നിൽ ഉരുവായിട്ടുണ്ടോ? ക്രിസ്തു നിന്നിൽ രൂപാന്തരം പ്രാപിച്ചുവോ? നിന്റെ വാക്കുകളിൽ, നിന്റെ പ്രവർത്തികളിൽ, നിന്റെ ക്ഷമയിൽ, നിന്റെ ദീർഘക്ഷമയിൽ, നിന്റെ കരുണയിൽ ക്രിസ്തു ജീവിക്കാൻ തുടങ്ങിയോ? അതുവരെയും പരിശുദ്ധാത്മാവ് നിന്നെ ഓർത്ത് ജാഗരിക്കുന്നു, നിന്നെ ഓർത്ത് കരയുന്നു, നിന്നെ ഓർത്ത് നിലവിളിക്കുന്നു. ഏൽപ്പിച്ചു കൊടുപ്പീൻ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഓരോ മക്കളുടെ മേലും ചലിക്കട്ടെ. ആത്മശക്തി വ്യാപരിക്കട്ടെ. കണ്ണുകടച്ചു പ്രാർത്ഥിച്ചേ. ആത്മാവിന്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ. സ്തുതിച്ച് വെറുതെ ഇരിക്കാതെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചേ. യേശുവേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. മറ്റൊരു സുവിശേഷം നിന്റെ ഭവനത്തിന്റെ പടിവാതിക്കൽ നിൽക്കുന്നുവെങ്കിൽ അതിനെ വിട്ട് പുറത്തു വരിക. സത്യത്തോട് എതിർക്കുന്ന ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ, സത്യം കേൾക്കുമ്പോൾ നിനക്ക്
വെറുപ്പ് തോന്നുന്നെങ്കിൽ, ഓടി ഒളിക്കാൻ നിനക്ക് തോന്നുന്നെങ്കിൽ, അകന്ന് മാറുവാൻ തോന്നുന്നെങ്കിൽ, യേശുവേ എനിക്കൊരു ശുദ്ധീകരണം ആവശ്യമാണ്, ഒരാത്മ നിറവ്, ആത്മ സാന്നിധ്യം എനിക്ക് ആവശ്യമാണപ്പാ. എല്ലാ ഹൃദയങ്ങളും യേശുവിന്റെ ഹിതത്തിനായി ഏൽപ്പിക്കപ്പെടട്ടെ. ആത്മശക്തിയാൽ നിറഞ്ഞു കവിയട്ടെ. ഗലാത്യ സഭയുടെ പേരിന്നില്ല, ഗലാത്യ സഭയിൽ ഇന്നൊരു ശുശ്രൂഷയില്ല, ഗലാത്യ ദേശത്ത് ഇന്നൊരു ആരാധനയില്ല. അത് സംഭവിക്കാതിരിപ്പാൻ അപ്പസ്തോലൻ നിലവിളിക്കുകയാണ്. ന്യായ പ്രമാണത്തോട് വിട ചൊല്ലുവിൻ. ന്യായ പ്രമാണ പ്രവൃത്തികളെ വിട്ട് പുറത്തു വരുവിൻ. പ്രവൃത്തികളിൽ ആശ്രയിക്കാതെ ക്രിസ്തുവിൽ ആശ്രയിക്കുവിൻ, ആത്മാവിൽ ആശ്രയിപ്പേൻ. എല്ലാ ഹൃദയങ്ങളിലും ആത്മശക്തി ചലിക്കട്ടെ, ആത്മസാന്നിധ്യം വ്യാപരിക്കട്ടെ. ഇരുളുകൾ അണിയട്ടെ, ഇരുളുകൾ അണിയട്ടെ. വിട്ട് പുറത്തു വരുവിൻ, വിട്ട് പുറത്തു വരുവിൻ. എത്ര തവണ ദൈവം നിന്റെ മുമ്പിൽ ഹൃദയം തുറന്നോ, എത്ര തവണ നിന്നോട് ആവശ്യപ്പെട്ടോ, എന്നാൽ വിളിക്കുമ്പോഴും അകന്നു പോകുന്ന മനുഷ്യ, ഇത്ര വലിയ രക്ഷയെ നീ കാര്യമാക്കാതെ പോയാൽ എങ്ങനെ നീ തെറ്റി ഒഴിയും? ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്നവരെ, ഹല്ലേലൂയ, കപടത കാണിക്കുന്ന വ്യക്തികൾ വഞ്ചിക്കുന്നവരാണ്. കപടതയുടെ ജീവിതം അനേകരെ തെറ്റിലേക്ക് നടത്തുന്നു, അനേകരെ വീഴ്ചയിലേക്ക് നയിക്കുന്നു. അവർക്കായി പരിശുദ്ധാത്മാവ് വീറ്റുന്നു, അനുഭവിക്കുന്നു. ആത്മാവിനാൽ സ്പർശിക്കപ്പെടട്ടെ, വിടുവിക്കപ്പെടട്ടെ, ഏൽപ്പിച്ചു കൊടുക്കുക. ആത്മാവിൽ നയിക്കപ്പെടാൻ ഞാൻ എന്റെ ലൈഫ് ഏൽപ്പിക്കുകയാണ്. ഓ, ന്യായപ്രമാണത്തിന്റെ ജീവനല്ല, ക്രിസ്തുവിന്റെ ജീവൻ എന്റെ മേൽ വാഴുവാൻ. എന്റെ ഈഗോയല്ല, എന്റെ ഇഷ്ടമല്ല, എന്റെ താല്പര്യങ്ങളല്ല, ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ. ആത്മാവിൽ നയിക്കപ്പെടുന്നവർ അവന്റെ മകനും മകളുമാകുന്നു. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിന്റെ മക്കളാകുന്നു. അവരപ്പാ പിതാവേ എന്ന് വിളിക്കുമ്പോൾ പുത്രന്റെ ശബ്ദത്തെ ഭൂമിയിൽ നിന്ന് പിതാവ് കേൾക്കുന്നു. നീയാണ് ആ പുത്രൻ, നീയാണ് ആ പുത്രി. നിന്റെ ശബ്ദം പുത്രന്റെ ശബ്ദം പോലെ, മകളെ നിന്റെ ശബ്ദം യേശുവിന്റെ ശബ്ദം പോലെ പിതാവ് കേൾക്കുന്നതിനു വേണ്ടി ആത്മാവിൽ വ്യാപരിപ്പീൻ, ആത്മാവിൽ ജീവിപ്പിൻ. ഓ പരിശുദ്ധാത്മാവേ, please help, please help. Oh Holy Spirit, oh Holy Spirit, oh Holy Spirit, നിറയുക. ഓ ഹോളി സ്പിരിറ്റ്, ശക്തിയോടെ വെളിപ്പെടുക. ഓ, ആരുടെയൊക്കെയോ മേൽ പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കുന്നു. ഫയർ, തീയായി, ഫയർ, തീയായി, ഫയർ, ശക്തിയായി, ഫയർ, ഡെലിവറൻസ്, ഫയർ, വീണ്ടെടുപ്പ്, ഫയർ, വിടുതൽ. വിശ്വാസത്തിലേക്ക് പ്രവേശിക്കാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ആത്മാവിൽ ഓരോ മക്കളുടെ മേൽ കരപ്പിക്കും. Oh, thank you, Lord. Thank you, Jesus. Hallelujah.